ഈ സദസ്സ് ഞാൻ സാധാരണ പറയും, ഈ സദസ്സ് നമസ്കരിക്കുന്നവരാണ് എല്ലാവരും. എല്ലാവരും മൊത്തം നോക്കിയിട്ടല്ല, മൊത്തത്തിൽ പറയാണ്, എല്ലാവരും കൃത്യമായി നമസ്കരിക്കുന്നവരാണ്, എല്ലാവരും നോമ്പെടുക്കുന്നവരുമാണ്. സക്കാത്തും ഒരുവിധം നൽകുന്നവരായിരിക്കും. സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഹജ്ജും ചെയ്തിട്ടുണ്ടാവും, ചെയ്യും. പക്ഷേ ഈ സദസ്സ് മുഴുവൻ ഖുർആനിനെ പഠിച്ചോ എന്ന് ചോദിച്ചാൽ, ഖുർആനിന് ആദ്യാവസാനം വിശുദ്ധ ഖുർആനിനകത്ത് എന്താണുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചാൽ ഒരുപക്ഷെ ഇല്ല എന്നായിരിക്കും മറുപടി. ഈ സദസ്സായതുകൊണ്ടാണ് ഒരു പക്ഷേ എന്ന വാക്കൊക്കെ ഞാൻ ചേർത്തത്. പൊതു മുസ്ലിം സമൂഹത്തെ എടുത്തുകൊണ്ട് പരിശോധിച്ചാൽ ഈ സമുദായം ഏറ്റവും കൂടുതൽ അവഗണിച്ചത് വിശുദ്ധ ഖുർആനിനെയാണ്. അള്ളാഹുവിൻ്റെ ശിആറുകളിൽ, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ നമ്മളേറ്റവും കൂടുതൽ അവഗണിച്ചത് അള്ളാഹുവിൻ്റെ കിതാബിനെയാണ്. ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലെ വലിയ മൗലവിമാർക്കും വലിയ മുസ്ലിയാക്കന്മാർക്കും മാത്രമാണ് വിശുദ്ധ ഖുർആനിൻ്റെ കണ്ടൻറ് എന്താണെന്ന് അറിയുള്ളൂ. വലിയ എന്നത് ഞാൻ ബോധപൂർവം പ്രയോഗിച്ച പ്രയോഗമാണ്. സാധാരണ ഉസ്താദുമാർ പലതും പഠിക്കുമെങ്കിലും തഫ്സീർ അവസാനമാണ് പഠിക്കുക. അപ്പോൾ ഈ തഫ്സീർ പഠിക്കുന്നതിന് മുമ്പ് പഠനം നിർത്തിയ ഉസ്താദാണെങ്കിൽ ബാക്കിയെല്ലാം പഠിച്ചിട്ടുണ്ടാവും, ഖുർആൻ പഠിച്ചിട്ടുണ്ടാവില്ല. അത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിലൊരു പ്രശ്നവുമാണ്. കാരണം നമ്മളേറ്റവും കൂടുതൽ അവഗണിച്ചത് അള്ളാഹുവിൻ്റെ കിതാബിനെയാണ്. മഹാന്മാർ പറയുന്നത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല എന്നാണ്. അത് അള്ളാഹുവിൻ്റെ തന്നെ കലാമാണ്. അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയല്ല, അള്ളാഹുവിൻ്റെ തന്നെ കലാമാണ്. അത്തരമൊരു സംഗതി നമ്മുടെ കയ്യിലുണ്ടായിട്ട് വിജ്ഞാന സമ്പാദനത്തിൻ്റെ പുതിയ വാതായനങ്ങളൊക്കെ തുറക്കപ്പെട്ടിട്ടും നമ്മളേറ്റവും കൂടുതൽ ഇപ്പോഴും അവഗണിക്കുന്നു എന്നത് ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ സമുദായത്തിൽ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം അറിയുന്നവർ, ഞാൻ അതിശയോക്തിയില്ലാതെ പറയുന്നു, 5% പോലും ആളുകൾക്ക് അറിയില്ല. ഞാൻ മുമ്പൊരിക്കൽ സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് 2 ഖുത്ബ നടത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട്, ആ ഖുത്ബ കേട്ടിട്ട് ഒരു കോളേജ് പ്രിൻസിപ്പൽ, അവരൊരു വനിതയാണ്, അതിൽ ഞാൻ പറയുന്നുണ്ട്, നമ്മളെ കുട്ടികളിൽ 98% പേർക്ക് ഫാത്തിഹയുടെ അർത്ഥം അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ കോളേജിലെ മുസ്ലിം കുട്ടികൾ ഭൂരിപക്ഷമുള്ളൊരു ക്ലാസ്സിലേക്ക് കയറി ചെന്നു. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, നിങ്ങളിൽ മുസ്ലിം കുട്ടികൾക്ക് സൂറത്തുൽ ഫാത്തിഹ അറിയോ? അപ്പോൾ എല്ലാ കുട്ടികളും എഴുന്നേറ്റൊന്നും, എല്ലാവർക്കും ഫാത്തിഹ അറിയും. അതിൻ്റെ അർത്ഥം അറിയുന്നവരാരാണ്? ഒരൊറ്റ കുട്ടിക്ക് അറിയില്ല. അവർ വേറൊരു ക്ലാസ്സിൽ ഇതുപോലെ കയറി ചെന്നു. അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നു, എനിക്കർത്ഥം അറിയാം, മോനെങ്കിലും അതിൻ്റെ അർത്ഥം ഒന്ന് പറയുമെന്ന് പറഞ്ഞു. അവൻ അർത്ഥം പറഞ്ഞു. പക്ഷെ ടീച്ചർ എന്നോട് പറഞ്ഞത്, അവൻ പറഞ്ഞ മലയാളം എനിക്ക് മനസ്സിലായില്ല എന്നാണ്. എന്തോ ഒരു ചൊല്ലിപ്പടിക്കൽ പോലെ പഠിച്ചതാണ്. അപ്പോൾ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനിൻ്റെ ആമുഖ സൂറ, നമസ്കാരത്തിൽ 17 തവണ പാരായണം ചെയ്യേണ്ട ഒരു സൂറത്ത്, ചെറിയ 7 സൂക്തങ്ങളുള്ളൊരു സൂറത്ത്, ഈ സമുദായത്തിലെ 98% പേർക്കും അറിയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ 10ാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ കൊണ്ടുവരിക, അല്ലെങ്കിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുവരിക, അവൻ എത്ര ഭാഷയിൽ ഒറ്റ കൊല്ലം കൊണ്ട് എത്ര പുസ്തകം പഠിച്ചിട്ടുണ്ട്?
ഇംഗ്ലീഷ് ഭാഷ പാഠപുസ്തകത്തിലെ കണ്ടൻറ്റ് അവനക്കറിയാം, ഹിന്ദി പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് അറിയും, മലയാളം അറിയും, അറബി അറിയും, അറബി ടെക്സ്റ്റ് ബുക്കിൻ്റെ കണ്ടൻറ്റ് അറിയും. പക്ഷേ ഈ കുട്ടി പോലും ഫാത്തിഹ എന്താണെന്ന് പഠിക്കുന്നില്ല. ഒരായുസ് പഠിച്ചിട്ട് ഒരു കൊല്ലം കൊണ്ട് 10 മാസം കൊണ്ട് 10ാം ക്ലാസ്സിലെ കുട്ടി നിരവധി പുസ്തകങ്ങൾ പഠിച്ചു തീർക്കുന്ന ഒരു കാലത്ത് അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ ആമുഖ സൂറ അതിൻ്റെ കണ്ടൻറ്റ് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് ആലോചിച്ചൊക്കെ എത്ര ഗൗരവമുള്ള വിഷയമാണ് ഇത്. നമ്മൾ വിഷയമാക്കേണ്ട ഒരു കാര്യമാണ്. ഒരായുസ് അള്ളാഹുടെ ഭൂമിയിൽ ജീവിച്ചിട്ട് അള്ളാഹുവിൻ്റെ കിതാബിനകത്ത് എന്താണ് പറഞ്ഞത് എന്നറിയാതെ മരിച്ചു പോകേണ്ട ഒരവസ്ഥ വന്നാൽ ഞാൻ പറയുന്നു, നാളെ പരലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതികളാകാൻ പോകുന്ന വിഷയം ഒരു സംശയമില്ല ഈ കാര്യത്തിലായിരിക്കും. കാരുണ്യത്തിൻ്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഈ സമുദായത്തെ ചൂണ്ടിയിട്ട് പറയും, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പടച്ചവനെ, ഇവർ ഖുർആനിനെ അവഗണിച്ചവരാണ്, ഇവരെ വെറുതെ വിടരുത് എന്ന് പറയും. അതുകൊണ്ട് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, നമ്മൾ ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിക്കുന്ന ഒരു സംസ്കാര സമൂഹത്തിൽ ഉണ്ടാക്കണം. നമ്മൾ ആ ഖുർആനിനകത്ത് എന്താണുള്ളത്, ഇന്ന് എന്തെല്ലാം സംവിധാനമുണ്ട്. നിങ്ങൾ ഏത് സംഘടനയിൽപ്പെട്ടവരായിക്കോട്ടെ, അവരുടെ തഫ്സീറുകളുണ്ട്. അത് പ്രിൻ്റ് മീഡിയയിലുണ്ട്, അല്ലാത്ത ഡിജിറ്റൽ ഘടനയിലുണ്ട്. ഖുർആൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എത്രയും എളുപ്പത്തിൽ പഠിക്കാവുന്ന സംവിധാനങ്ങൾ നിറഞ്ഞിട്ട് പോലും നമ്മൾ ഖുർആൻ പഠിക്കുന്നില്ലെങ്കിൽ അത് ഏറ്റവും വലിയ കുറ്റമായിരിക്കും. പണ്ടുള്ള ഒരാൾ അള്ളാഹ് വിചാരണ ചെയ്താൽ അയാൾ പറയും, ഞാൻ ഖുർആൻ മാത്രമല്ല ഒന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് പഠിച്ചോനെ എനിക്ക് പുറത്ത് തരണമെന്ന് പറയും. പക്ഷേ നമ്മൾ ഈ ഇരിക്കുന്ന സദസ്സിലുള്ളവർ മിക്കവരും 10ാം ക്ലാസ് പഠിച്ചവരും ഡിഗ്രി പഠിച്ചവരും ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആൾക്കാരുമാണ്. നമ്മുടെ ഭൗതിക താല്പര്യത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് വിദ്യാഭ്യാസം നേടി, പക്ഷെ അള്ളാഹിൻ്റെ കിതാബിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞത് എന്നൊരാവർത്തി മനസ്സിലാക്കാതിരിക്കുക അതീവ ഗുരുതരമായൊരു കാര്യമായിരിക്കും. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ആ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമരായ ആളുകൾ. അതുകൊണ്ട് എനിക്ക് ആദ്യമേ ഈ റമദാനിൻ്റെ അനുഗ്രഹീതമായ ദിനത്തിൽ അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ മലായിക്കത്തുകൾ ചിറക് വിരിച്ച ഈ സദസ്സിൽ എനിക്ക് വസിയത്ത് പോലെ പറയാനുള്ളത്, വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ തയ്യാറാകണം. അതെന്താണ് അതിനുള്ളത് എന്ന് പറയാൻ മനസ്സിലാക്കാൻ കഴിയണം. അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅനി ലിൽ അബ്ദ്. നോമ്പ് ഖുർആനും അതിൻ്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഖുർആൻ പറയും, ഇയാൾ എൻ്റെ ആളാണ്, പടച്ചോനെ പുറത്തു കൊടുക്കണേ, സ്വർഗം നൽകണേ എന്ന് ഖുർആൻ ആവശ്യപ്പെടും. ആ ആളുകളുടെ കിണത്തിൽ നമുക്ക് പെടാൻ സാധിക്കേണ്ടത്. എന്താണ് ഖുർആൻ? നമുക്കറിയാം, അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമാണ് ഖുർആൻ. സാധാരണ ഒരു ഗ്രന്ഥം പോലെയല്ല ഖുർആൻ. വിശുദ്ധ ഖുർആൻ അതൊരു കേവലം പാരായണം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചതുമല്ല. നമ്മൾ പലപ്പോഴും കരുതിയിരിക്കുന്നത് ഇത് പാരായണം ചെയ്താൽ മതി എന്നാണ്. പാരായണം ചെയ്താൽ കൂലി കിട്ടോ ഇല്ല എന്നൊരു ചർച്ചയുണ്ട്. ഞാനും സമ്മതിക്കുന്നു, പാരായണം വെറുതെ അർത്ഥമറിയാതെ ഖുർആൻ പാരായണം ചെയ്താലും പ്രതിഫലമുണ്ട്. ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യണം. അർത്ഥമറിയാതെ ഖുർആൻ ഓതിയാൽ കൂലി കിട്ടും. പക്ഷെ അതുപോലെ കണിശമായ ഒരു വ്യവസ്ഥയാണെന്ത്? കൂലി കിട്ടാൻ വേണ്ടി മുസ്ലിമീങ്ങൾക്ക് ഓതാൻ തന്ന കിതാബല്ല ഖുർആൻ. നല്ല മനസ്സിലാക്കണം. റമദാൻ മാസത്തിൽ കൂലി കിട്ടാൻ വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് കൂലി കൊടുക്കാൻ വേണ്ടി ഇരുന്ന് ഓതാൻ വേണ്ടി തന്ന കിതാബല്ല ഖുർആൻ. മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടി തന്ന കിതാബാണ് ഖുർആൻ. നമുക്ക് കൂലി കിട്ടാൻ വേണ്ടി തന്ന കിതാബല്ല. ഹുദൽ ലിന്നാസ് ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാത്തി ഇലന്നൂർ. മനുഷ്യരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. സാധാരണ ഒരു ഗ്രന്ഥത്തിൽ എനിക്കത് തീരെ മനസ്സിലാകുന്നില്ല. ഇത് അർത്ഥമറിയാതെ ഓതിയാൽ അത് ഖുർആനായതുകൊണ്ട് അള്ളാഹ് പ്രതിഫലം തരുമായിരിക്കും. പക്ഷെ അങ്ങനെ ഓതാനുള്ള ഒരു സാധനമല്ലിത്.
കാരണം ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ളതല്ല. കുറേ തസ്ബീഹുകളും തഹ്മീദുകളും തഹ്ലീലുകളും തക്ബീറുകളും ദുആകളൊക്കെയാണ് ഖുർആൻ്റെ കണ്ടന്റ് എങ്കിൽ ഓക്കെ. പക്ഷെ അതല്ലല്ലോ ഖുർആനിൻ്റെ കണ്ടന്റ്. ഖുർആൻ്റെ കണ്ടന്റ് ഇന്ന ഇന്ന നിർദ്ദേശങ്ങൾ, ഇന്ന ഇന്ന നിയമങ്ങൾ, വ്യവസ്ഥകൾ, അതാണ്. ഇപ്പം ഞാൻ എൻ്റെ മോനോട് പറയാണ്, മോനെ നീ നാളെ രാവിലെ കോഴിക്കോട് പോയിട്ട് ഒരാളെ കണ്ട് അയാൾക്ക് ഇന്ന സാധനം കൊടുക്കണം, എന്നിട്ട് അയാളിൽ നിന്നൊരു സാധനം വാങ്ങി തിരിച്ച് എനിക്ക് തരണം. മോനോട് കോഴിക്കോട് പോകാൻ പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞ കാര്യമാണ്. ഇവരെന്ത് ചെയ്തു എന്നറിയോ? എൻ്റെ ഈ നിർദ്ദേശം കടലാസിൽ എഴുതി, രാവിലെ കോഴിക്കോട് പോയിട്ട് ഇന്നയാളെ കണ്ടിട്ട് അയാളിൽ നിന്ന് സാധനം വാങ്ങി ഉപ്പാക്കി തിരിച്ചു കൊടുക്കണം. എന്നിട്ട് ഇവന് രാവിലെ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. രാവിലെ കോഴിക്കോട് പോയിട്ട് സാധനം വാങ്ങിയിട്ട് എന്നായി വായന ഇരുന്ന് വായിക്കന്നെ. കുറെ കഴിയുമ്പോൾ ഇവൻ്റെ വായന തന്നെ മാറി, വായനയുടെ ചർച്ച മാറി. കോഴിക്കോടിൻ്റെ അണ്ണാക്കിൻ്റെ എവിടുന്നാണ് വരേണ്ടത് എന്നുള്ള ചർച്ചയായി. കോക്ക് എത്ര നീട്ടണമെന്ന ചർച്ചയായി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നല്ല ചിന്തിച്ച് നോക്ക്. കോഴിക്കോടിൻ്റെ ആ കോക്ക് എത്ര മദ് നീട്ടണം, ഡ് എന്നുള്ളതിന് കൽക്കലുണ്ടോ ഇല്ലേ എന്ന ചർച്ചയായി. ഇതല്ലേ സമുദായം ഈ ഖുർആനിനെ കൊണ്ട് ചെയ്തത്? الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. പലിശ ഭുജിച്ചവൻ പലിശാചിക ബാധയേറ്റവനെ പോലെ അല്ലാതെ എഴുന്നേറ്റ് നിൽക്കില്ല. ലാ തഅക്കുലു റിബ അദ്ഹാഫ മുദ്ഹാഫ, നിങ്ങൾ പലിശ ഇരട്ടി ഇരട്ടിയായി തിന്നരുത്. ഇതുപോലെ ഗൗരവമാർന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ പാരായണത്തിൽ ഒതുക്കി ചർച്ച ചെയ്ത് തീർത്തു ഈ സമുദായം. ഞാൻ ഗണ്യതമായി പറയുന്നു, മുസ്ലിം ലോകത്ത് നടന്ന ഏറ്റവും വലിയ ഗൂഢാലോചന, ഇസ്ലാമിനെതിരെ നടന്ന ഏറ്റവും വലിയ ഗൂഢാലോചന വിശുദ്ധ ഖുർആനിനെ കേവലം പാരായണം ചെയ്യുന്ന കിതാബായി ചുരുക്കിക്കെട്ടി എന്നതാണ്. വെറും ഓത്ത് കിതാബാക്കി ചുരുക്കിക്കെട്ടി. നമ്മളത് മനസ്സിലാക്കണം. ഇതിനകത്ത് നിർദ്ദേശങ്ങളാണ്, വിധിവിലക്കുകളാണ്, കൽപ്പനകളാണ്, ശാസനകളാണ്, മുന്നറിയിപ്പുകളാണ്, സന്തോഷ വാർത്ത അറിയിക്കലാണ്, ചെയ്യാനുള്ള നിർദ്ദേശങ്ങളാണ്. ഇതിനെ കേവലം ഓതി തീർക്കാനുള്ള ഗ്രന്ഥമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ആയത്തുകൾ വജിലത്ത് ഖുലൂബുഹും, ഹൃദയം പ്രകമ്പിതമാകും, സാദത്തുഹും ഈമാന, ഈമാൻ വർദ്ധിക്കും. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയം മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അതൊരു കരിമ്പാറയുടെ പുറത്താണ് ഇറങ്ങുന്നതെങ്കിൽ പോലും ആ കരിമ്പാറ പോലും അള്ളാഹനെ ഭയപ്പെട്ട് പൊട്ടിപ്പിളർന്നു പോകുമാറ് അതിശക്തമായ വചനമാണ് അള്ളാഹുവിൻ്റെ കിതാബിലെ വചനങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത്, ഇതിനെ അതിൻ്റെ ആശയതലത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. എന്താണ് ഖുർആനിനകത്ത്? അതൊരു സമ്പൂർണത, ജീവിതത്തെ, മനുഷ്യ ജീവിതത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണ്ണ ഗ്രന്ഥമാണ് ഖുർആൻ. സമ്പൂർണ്ണ ഇതുപോലൊരു ഗ്രന്ഥം നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അത് ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്നു. സാധാരണ പലരും പറയാറുണ്ട്, വിശുദ്ധ ഖുർആൻ ഒരു ലൈബ്രറിയുടെ ഏത് അലമാരിയിൽ കൊണ്ടുപോയി വെക്കും. ഹിസ്റ്ററി എന്നുള്ളിടത്താണെങ്കിൽ അവിടെ കൊണ്ടുപോയി വെക്കാം, പക്ഷെ അവിടെ മാത്രം വെക്കാൻ പറ്റൂല. അതല്ലെങ്കിൽ ഓരോ വിഷയങ്ങൾ, തത്വശാസ്ത്രമാണെങ്കിൽ അവിടെ, നാഗരികതകളെക്കുറിച്ചുള്ളതാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഓരോ സയൻസാണെങ്കിൽ അവിടെ, എല്ലാറ്റിനെക്കുറിച്ചും പറയുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും അതിലുണ്ട്. അതിന് ഏറ്റവും നല്ല തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ നമസ്കാരം എങ്ങനെ നമസ്കരിക്കണമെന്ന് വിശുദ്ധ ഖുർആനിനകത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെ ഖുർആൻ്റെ ഭാഷാ ശൈലി അനുസരിച്ച് ഒരായത്തോ രണ്ടായത്തോ ഉണ്ടെങ്കിൽ ആ നിസ്കാരം പഠിപ്പിക്കാൻ കഴിയും. ഞാനിന്ന് ആയാത്തിൽ ക്ലാസ് എടുത്തത് സക്കാത്ത് കൊടുക്കേണ്ട ആളുകളെ കുറിച്ചാണ്. 8 വിഭാഗം ആളുകൾ. സൂറത്തു തൗബയിലെ 60-ാമത്തെ ആയത്ത്. ഒരൊറ്റ ആയത്തിൽ ഈ വിഭാഗങ്ങളെക്കുറിച്ചൊക്കെ ഭംഗിയായി അല്ലാഹു ഒറ്റ ആയത്തിൽ അവതരിപ്പിച്ചു, ചെറിയൊരായത്തിൽ. പക്ഷേ എങ്ങനെ നിസ്കരിക്കണമെന്ന് ഒരായത്ത്, 6000 ചില്ലാനും സൂക്തങ്ങളുള്ള ഒരായത്ത് ഖുർആനിൽ ഒരായത്ത് നിസ്കാരം വിശദീകരിക്കാൻ ചിലവാക്കിയിട്ടില്ല. അതേസമയം ആ ഖുർആനിൽ എങ്ങനെ നടക്കണമെന്ന് 4 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. വല തംശി ഫിൽ അർദി മറഹ, ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കരുത്. വഖ്സിദ് ഫീ മശീക, നിന്റെ നടത്തത്തിൽ മിതത്വം പാലിക്കണം.
വല തംശിഫിൽ ഇങ്ങനെ തുടങ്ങി നടത്തത്തെ കുറിച്ച് പല സ്ഥലത്ത് വിശദീകരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് നിസ്കാരത്തെക്കുറിച്ചല്ല, നോമ്പിനെക്കുറിച്ചല്ല, സക്കാത്തിനെക്കുറിച്ചല്ല, ഹജ്ജിനെക്കുറിച്ചല്ല, ദുആകളെക്കുറിച്ചല്ല, അമ്പിയാക്കന്മാരെക്കുറിച്ചല്ല, പണം എങ്ങനെ കടം കൊടുക്കണം എന്ന് പറയുന്ന ആയത്തുത്തേനാണ്. ഒരു പേജോളം വരുന്ന ഒരായത്ത് പൈസ കടം കൊടുക്കുന്നതിനെ കുറിച്ചാണ്. അതിനകത്ത് ആ വേദഗ്രന്ഥത്തിനകത്തൊരു സാമ്പത്തിക വ്യവസ്ഥയുണ്ട്, ഒരു ധാർമ്മിക വ്യവസ്ഥയുണ്ട്, ഒരു കുടുംബ വ്യവസ്ഥയുണ്ട്, ഒരു രാജ്യത്തെ ക്രിമിനൽ സിവിൽ നിയമങ്ങളുണ്ട്. എല്ലാം ഈ വിശുദ്ധ ഖുർആനിനകത്തുണ്ട് എന്നതാണ്. നമ്മൾ ഖുർആനും തമ്മിലുള്ളൊരു ബന്ധം ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗരേഖയാണ് ഖുർആൻ. ഒരാൾ അയാളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി വിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കണം. വൈൻ തനാസഅ്തും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഒരു വിഷയത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ടായാൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് തിരിഞ്ഞു നോക്കേണ്ടത്. അള്ളാഹുവിലേക്ക് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലേക്ക്. താൻ എന്ത് ചെയ്യണമെന്ന് കൽപ്പിക്കുന്ന, തന്നോട് കൽപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഗ്സില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. അല്ലാഹു റസൂൽ ഒരു കാര്യം കൽപ്പിച്ചാൽ പിന്നെ ഒരു ചോയ്സ് അന്വേഷിക്കാൻ നമുക്ക് പാടില്ല. അല്ലാഹു എന്ത് കൽപ്പിച്ചോ അതങ്ങ് ജീവിതത്തിൽ സ്വീകരിച്ചേക്കണം. വിശുദ്ധ ഖുർആൻ എന്ത് കൽപ്പിച്ചോ അത് മുഴുവൻ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് സത്യവിശ്വാസികൾ. കാരണം നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മളോട് കൽപ്പിക്കുന്ന, നമ്മളെ സൃഷ്ടിച്ച സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ കിതാബാണ് വിശുദ്ധ ഖുർആൻ. സാധാരണ വിശുദ്ധ ഖുർആൻ ഓതി തീർത്ത കിതാബല്ല, ജീവിച്ച് തീർത്ത കിതാബാണ്. ജീവിച്ച് തീർത്ത് നമുക്കറിയാലോ, 23 സംവത്സരങ്ങൾ കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്നത്. ചരിത്രത്തിലെ ഏറ്റവും മോശമായൊരു ജനപദത്തെ സംസ്കരിച്ച് മാറ്റിയെടുത്ത്, അവരെ വളർത്തിയെടുത്ത്, അവരെ ലോകത്തിൻ്റെ ജേതാക്കളും വിധേതാക്കളും നായകന്മാരുമാക്കി മാറ്റിയെടുക്കുന്ന പ്രക്രിയ നിർവഹിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ലോകത്ത് അവതീർണമായത്. ലോകത്തെ 6-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മോശമായ അറേബ്യൻ ജനത, നിങ്ങളാ ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോൾ ആ ജനതയെ മാറ്റി 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 23 കൊല്ലം കൊണ്ടാണ് ഖുർആൻ അവതീർണമാകുന്നത്. അവസാനെത്തുമ്പോൾ ആ ജനതയെപ്പോലെ ലോകത്തൊരു നന്മ നിറഞ്ഞ ഒരു ജനവിഭാഗമില്ല. ആദ്യം ലോകത്തിലെ ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട സമൂഹം, ഖുർആൻ ഇറങ്ങി അവസാനിക്കുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും ഉന്നത സമൂഹം. നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇപ്പം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, മദ്യപാനത്തെക്കുറിച്ച് പറയാറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ മദ്യപാനവും ലഹരി മരുന്നിൻ്റെ ഉപയോഗവും കൂടിക്കൂടി വരുന്നു, ഭീകരമായ അവസ്ഥയിലെത്തുന്നു. നമ്മുടെ കുട്ടികൾ പോലും അതിമാരക ഭീകരമായ ലഹരി മരുന്നുകൾക്ക് അടിമപ്പെടുകയാണ്, പെൺകുട്ടികൾ പോലും. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഗവൺമെൻറ് മലബാർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇനി മലബാർ ഇസ്ലാമിക് മദ്യം എന്നൊക്കെ പറഞ്ഞ് ഇനി ഇറങ്ങാൻ തുടങ്ങും. നല്ല നല്ല മദ്യങ്ങൾ ഗവൺമെൻറ്, അതാണ് പുതിയ ഏറ്റവും വലിയ പരിഷ്കരണം, മദ്യം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മദ്യമുണ്ടാക്കുന്ന ദൂഷ്യങ്ങളുടെ വിപത്തുകളുടെ ആഴം ഭീകരമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നിരോധിക്കാനും കഴിയില്ല, ഇല്ലാതാക്കാനും താല്പര്യമില്ല. പക്ഷേ ഇതിനേക്കാൾ മദ്യപാനികളായ ഒരു ജനപദത്തെ വിശുദ്ധ ഖുർആൻ മാറ്റിയെടുക്കുന്നത് ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആദ്യം ആ ജനതയോട് പറഞ്ഞു, ഈ മദ്യത്തിൽ ഗുണവും ദോഷവുമുണ്ട്. വൈസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, അതിൻ്റെ ദോഷം ഗുണത്തേക്കാൾ ഭീകരമാണ്. ആദ്യം അവരെ അത്രേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പിന്നീട് അവരോട് പറഞ്ഞു, വല തഖ്റബുസ്സലാത്ത വഅൻതും സുകാറ, നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് നമസ്കരിക്കാൻ പോകരുത്. അപ്പോൾ പിന്നെ അവർ നമസ്കാരത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ. മദ്യം നിങ്ങൾക്ക് നിഷിദ്ധമാണ്, ചൂതാട്ടവുമൊക്കെ, നിങ്ങളത് വർജിക്കുന്നില്ലേ? പക്ഷെ ഒരു വേദഗ്രന്ഥത്തിൽ ഒരു സൂക്തം ഇറങ്ങുമ്പോൾ ഇതുപോലൊരു വിപ്ലവം ലോകത്തുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കുടിക്കാൻ വേണ്ടി വെച്ചിരുന്ന മദ്യത്തിൻ്റെ വീപ്പകൾ തച്ചുടക്കപ്പെട്ടു, മദീനയുടെ തെരുവീതിയിലൂടെ ഒഴുകി. ചിലർ ഖുർആനായത്ത് ഇറങ്ങുന്നതിന് മുമ്പ് കുടിച്ച മദ്യം വയറ്റിൽ കിടക്കുന്നുണ്ടല്ലോ എന്നോർത്ത് വിരലിട്ട് ഛർദ്ദിച്ചു. പിന്നെ അവരാ രഹസ്യമായി പോലും ആ മദ്യം തൊട്ടിട്ടില്ല. വളരെ അപൂർവം 1-2 ആളെ ശിക്ഷിക്കാൻ കഴിഞ്ഞു എന്നതല്ലാതെ അവർ രഹസ്യമായിട്ട് പോലും മദ്യപിച്ചിട്ടില്ല. നമ്മളിപ്പോൾ അൻസാർ ആശുപത്രിയിൽ എനിക്കറിയുന്നതല്ലേ, ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട് അവിടെ.
3-4 മാസം സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഇട്ട് ചികിത്സിച്ച് അവസാനം മാറി അമീൻ സാഹിബ് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞ് പോയി 2-3 മാസം കഴിയുമ്പോൾ തിരിച്ചു വരണം. എന്തേ അതിനേക്കാൾ ഭയങ്കര കുടിയാണ്. ചില ആൾക്കാർ രക്ഷപ്പെടുകയും ചെയ്യും, ചിലർ വീണ്ടും ഭയങ്കര കുടിയാണ്. പക്ഷേ ഒരു സൈക്കാട്രിസ്റ്റോ ഡിഅഡിക്ഷൻ സെൻ്ററോ ഒരു സൈക്കോളജിസ്റ്റോ ഇല്ലാതെ വിശുദ്ധ ഖുർആൻ അവരെ പതുക്കെ മാറ്റി അവരുടെ പരിവർത്തനം ഉണ്ടാക്കി അവരെ മദ്യപിക്കാത്തൊരു സമൂഹമാക്കി മാറ്റിയെടുത്തു. ഇത് ഒറ്റപ്പെട്ടൊരു ഉദാഹരണമല്ല, മുഴുവൻ ഉദാഹരണങ്ങളും അങ്ങനെയാണ്. ഈ സദസ്സിലേറെയും സ്ത്രീകളല്ലേ. ഞാൻ പറയുന്നു, നിങ്ങൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് ആരോടാ? വിശുദ്ധ ഖുർആനിനോടാ. കാരണം ആ വിശുദ്ധ ഖുർആനാണ് നിങ്ങൾക്കാദ്യമായി കണ്ണീരൊഴുക്കിയത്. വഇദാ ബുശ്ശിറ അഹദുകും ബിൽഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബി അയുംസികു അലാ ഖൂനിൻ അം യദുസ്സുകു ബിത്തുറാബ്. തനിക്ക് ജനിച്ചതൊരു പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അപമാനഭാരത്തോടു കൂടി മുഖം കറുത്ത് വിവർണമായി തീരുകയും നാട്ടുകാരുടെ അപമാനം സഹിച്ചുകൊണ്ട് കുഞ്ഞിനെ വളർത്തണമോ അതല്ല 6 അടി മണ്ണിൽ കുഴിച്ചു മൂടണമോ എന്നൊരു പിതാവ് ചിന്തിക്കുന്ന അവസ്ഥയായിരുന്നു 6-ാം നൂറ്റാണ്ടിൽ. റസൂലുള്ളാഹിനോട് ഒരു സഹാബി പറഞ്ഞല്ലോ, എനിക്ക് 10 മക്കളുണ്ടായി, 10 പെൺമക്കൾ, 10നെയും ഞാൻ കുഴിച്ചു മൂടി. 10ാമത്തെ കുട്ടിയെ ആരും കാണാതെ വളർത്താൻ ഞാനും ഭാര്യ ആഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ മകൾ എന്നോടൊപ്പം ഓടിച്ചാടി നടക്കുന്ന പ്രായത്തിൽ ഒരു ദിവസം ഞാൻ എൻ്റെ മകളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയ്യേ, ഞാനൊരു പെണ്ണിൻ്റെ വാപ്പേ, നാണക്കേട്. ഭാര്യയിൽ നിന്ന് തന്ത്രപൂർവ്വം മകളെയും കൂട്ടി ഞാൻ മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമിയിൽ ഞാൻ കുഴിയെടുക്കുമ്പോൾ ഇത്തിരി മണ്ണെൻ്റെ കവിളിൽ വീണപ്പോൾ എൻ്റെ പൊന്നുമോള് ഉപ്പാന്ന് പറഞ്ഞിട്ട് നീക്കി തന്നു. എന്നിട്ടും എൻ്റെ മനസ്സലിഞ്ഞില്ല. ഉപ്പ എന്ന നിലവിളികൾക്കിടയിൽ ഞാൻ എൻ്റെ മകളെ മണ്ണിട്ട് മൂടി. റസൂലെ, ഇത് പറയുമ്പോൾ ആ സ്വഹാബി കരയുന്നുണ്ട്, കേൾക്കുന്ന റസൂലിൻ്റെ കണ്ണീന്ന് കണ്ണീരൊഴുകുന്നുണ്ട്. ആ സ്വഹാബി പറഞ്ഞത് മറ്റൊന്നുമല്ല, അള്ളാൻ്റെ റസൂലിന് ഇത്തിരി നേരത്തെ വന്നുകൂടായിരുന്നോ എൻ്റെ പെൺമക്കൾ കൊല്ലപ്പെടില്ലായിരുന്നു. പക്ഷേ പിന്നീടുണ്ടായ ചരിത്രം എന്താണ്? പിന്നീട് ആ വിശുദ്ധ ഖുർആൻ അവരെ ഉയർത്തി. മൻ ആല സലാത്ത ബനാത്തിൻ ഫദ്ദബഹുന്ന ഫസബ്ബജഹുന്ന ഫലഹുൽ ജന്ന. അള്ളാൻ്റെ റസൂൽ പറഞ്ഞു, ആർക്കെങ്കിലും 3 പെൺമക്കളുണ്ടായി വിദ്യാഭ്യാസം ചെയ്ത് വിവാഹം ചെയ്തു കൊടുത്താൽ സ്വർഗം. ആ സ്ത്രീകൾക്ക് ഏറ്റവും മഹത്തായ ഉത്തരവാദിത്തങ്ങൾ നൽകി, പുതിയ സ്ഥാനം നൽകി, സ്വത്തവകാശം നൽകി, വിവാഹമോചനാധികാരം നൽകി. മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചത് മിൻ നഫ്സിൻ വാഹിദ, ഒരാത്മാവിൽ നിന്നാണെന്ന് പറഞ്ഞു. ആദിപാപത്തിൻ്റെ കാരണക്കാരി പെണ്ണാണെന്ന് പറഞ്ഞ മതദർശനങ്ങളെ തിരുത്തിയിട്ട് പറഞ്ഞു, ആദമും ഹവ്വായും ആദിപാപത്തിൻ്റെ കാരണക്കാരാണ്, പെണ്ണിൻ്റെ മാത്രം തലയിൽ വെക്കേണ്ടതല്ലെന്ന് പഠിപ്പിച്ചു. ബആശിറുഹുന്ന ബിൽ മഅറൂഫ്, അവരോട് ഏറ്റവും നന്നായി പെരുമാറണമെന്ന് പഠിപ്പിച്ചു. എടുത്തെടുത്ത് പറഞ്ഞു, അവർക്ക് പ്രത്യേകം അല്ലാഹ് പ്രതിഫലം നൽകുമെന്ന് പഠിപ്പിച്ചു. ആ സ്ത്രീയാകുന്ന ഉമ്മയുടെ മഹത്വം അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്വത്തോടെ ചേർത്ത് പറഞ്ഞു. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഉമ്മുഹു വഹ്നൻ അലാ വഹ്നി വഫിസാലുഹു ഫീ ആമീൻ. ഉമ്മയുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ലോകത്തെ ഓർമ്മപ്പെടുത്തി. അങ്ങനെ ചരിത്രത്തിൻ്റെ താളുകളിൽ സ്ത്രീകളെ ഉയർത്തി, അവർക്ക് വസ്ത്രം നൽകി എന്നൊക്കെ പറയാൻ സാര കാര്യമൊന്നുമില്ല. വസ്ത്രം നൽകിയത് ഖുർആൻ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കും വസ്ത്രം കിട്ടിയത് ഈ ഖുർആൻ വഴിയാണ്. കേരളക്കാരൻ ഇന്ന് തുണി കൊടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ ഏത് മതക്കാരാകട്ടെ, ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, അവർ പോലും തുണി ഉടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഖുർആനാണ്. കാരണം ഈ കേരളത്തിൽ ഏകദേശം ഒരു 100 വർഷം മുമ്പ്, ഞാൻ വെറുതെ പറഞ്ഞു, 100 അത്രയില്ല, ഈ സമൂഹത്തിലെ 80% മാറ് പോലും മറക്കാൻ പാടില്ലാത്തവരായിരുന്നു. മാറ് മറക്കാൻ പാടില്ല. മാറ് മറക്കുന്നത് കുറ്റമാണ്. മാറ് മറച്ചതിൻ്റെ പേരിൽ ശിക്ഷകൾ നടപ്പാക്കിയിട്ടുണ്ട്. നങ്ങേരിയുടെ മാറ് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ലക്ഷ്മി എന്ന് പറയുന്ന ഈഴവ പെണ്ണ് ബ്രിട്ടീഷുകാരുടെ കൂടെ വേലയ്ക്ക് പോയി മാറ് മറച്ച് വന്നതിൻ്റെ പേരിൽ തിരുവിതാംകൂർ അമ്മ മഹാറാണി കൊട്ടാരത്തിൽ വിളിപ്പിച്ചു വരുത്തി 2 സ്ഥലങ്ങളും മുറിച്ചു മാറ്റിയിട്ടുണ്ട്. മാറ് മറക്കുന്നത് കുറ്റമായിരുന്നു ഈ കേരളത്തിൽ. ആ അവസ്ഥയിൽ നിന്ന് അവർക്ക് വസ്ത്രം നൽകിയത് ടിപ്പു സുൽത്താൻ വന്നിട്ട് ഈ ചേലക്കരകളിലൂടെ ചേലകൾ വിതരണം ചെയ്തിട്ട കേരളത്തിൽ വസ്ത്ര സംസ്കാരം തുടങ്ങിയത്. ആദ്യമായി സ്ത്രീകൾ വസ്ത്രം ധരിക്കണമെന്ന ഓർഡിനൻസ് ഇറക്കിയത് ടിപ്പു സുൽത്താനാണ്. നിങ്ങൾക്ക് വസ്ത്രം വാങ്ങാൻ കഴിവില്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാമെന്നും മൈസൂരിൽ നിന്ന് ഞാൻ വസ്ത്രം കൊണ്ടുവരാമെന്നും പറഞ്ഞത് അദ്ദേഹമാണ്. അതിൻ്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് വസ്ത്രം നൽകി ഇസ്ലാം. അവളെ ചരിത്രത്തിൽ ഉയർത്തി ഇസ്ലാം. നമ്മളിതൊരു ഉദാഹരണമല്ല, ഏത് വിഷയങ്ങളും അങ്ങനെയാണ്.
വിശുദ്ധ ഖുർആൻ ഓതിത്തീർക്കല ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കി. ഞാൻ പറയുന്നു ഏറ്റവും വലിയ മാറ്റം ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നത് എന്നേ ലോകത്ത് തുടങ്ങിയത്. മനുഷ്യരിങ്ങനെ ഒന്നിച്ചിരിക്കാൻ, മനുഷ്യരെ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, തീണ്ടാൻ പാടില്ല. ഈ അടുത്ത കാലം വരെ അങ്ങനെയല്ലേ? ഈ അടുത്ത കാലം വരെ മറന്നു പോകരുത്. ചരിത്രം നമ്മൾ മറക്കാനുള്ളതല്ല, ചിലത് അനുസ്മരിക്കാനുള്ളതാണ്. ഈ കേരളത്തിൽ നമ്മുടെ ഗാന്ധിജി പോലും കേരളത്തിൽ വരുന്ന ഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഗാന്ധിജിക്ക് പോലും ഇല്ലത്തേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു. വൈക്കം സത്യാഗ്രഹം നടത്താൻ വേണ്ടി ഗാന്ധിജി വന്നപ്പോൾ, വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വൈക്കം ക്ഷേത്രത്തിൽ കയറാനുള്ള സത്യാഗ്രഹമല്ല. വൈക്കം ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള റോട്ടിലൂടെ സഞ്ചരിക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കാനാണ് ഗാന്ധിജി കേരളത്തിൽ വന്നത്. ആ റൂട്ടിൽ കൂടെ പോകാനേ. അവസാനം ഈ പറയുന്ന സത്യാഗ്രഹം കഴിഞ്ഞ് ഇല്ലത്തെ തിരുമേനിനെ കാണാൻ വേണ്ടി ഗാന്ധിജി പോണ രംഗുണ്ട്. ഇല്ലത്തേക്ക് ഗാന്ധിജിക്ക് സവർണനാണ് ഗാന്ധിജി, പക്ഷേ ബ്രാഹ്മണനല്ല, ക്ഷത്രിയനാണ്. ക്ഷത്രിയനായ ഗാന്ധിജിക്ക് ഇല്ലത്തിൻ്റെ നിശ്ചിതവാര അകലെ കെട്ടിയുണ്ടാക്കിയ ഷെഡ് വരെ വരാനേ അവകാശമുള്ളൂ. അവസാനം അവിടെ ഷെഡിൽ ഗാന്ധിജി നിന്നു. ഇല്ലത്ത് തിരുമേനി അവിടെ കുത്തിയിരുന്നു. എന്നിട്ട് ഇത്രയും ദൂരത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചു ഗാന്ധിജി. ഗാന്ധിജിക്ക് പോലും പ്രവേശനമില്ലായിരുന്നു. ഇതിൻ്റെ ഒക്കെ അപ്പുറം എന്തൊക്കെ നടന്നിരുന്നു ഇവിടെ. പുലയൻ പോയിട്ട് പലചരക്ക് കടയിൽ പോയിട്ട് പുലയ ജാതിക്കാരൻ ഉപ്പ് വേണമെന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ, തല്ലിക്കൊന്നു. ഈ കേരളത്തിൽ ഉപ്പ് എന്ന് പറഞ്ഞ മലയാള വാക്ക് അയാൾക്ക് പ്രയോഗിക്കാൻ പാടില്ല, പകരം പുളിച്ചത് എന്ന് പറയാനേ പാടുള്ളൂ. ഉപ്പ് പറഞ്ഞതിൻ്റെ പേരിൽ തല്ലിക്കൊന്നു. സ്വന്തമായൊരു മാലുണ്ടെങ്കിൽ അത് ഇടാൻ പാടില്ല, ഭൂമിയിൽ തുപ്പാൻ പാടില്ല, പകൽ വെളിച്ചത്തിൽ വരാൻ പാടില്ല. ഇതൊക്കെ ഈ കൊച്ചു കേരളത്തിൻ്റെ കഥ. 1400 വർഷം മുമ്പ് റസൂലിൻ്റെ കാലത്തും ഇതന്നെ. ബിലാൽ റളിയല്ലാഹുവിനെ പോലെ കറുകറുത്തവനെങ്ങാനെ തൊട്ടാൽ ഒരുപാട് തവണ കഴുകുമായിരുന്നു അവർ. നിങ്ങൾ ഈ ബിലാൽ റളിയല്ലാഹു എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഉമയ്യത്തിൻ്റെ ഒട്ടകത്തൊഴുത്തിലാണ് അദ്ദേഹം കിടന്നുറങ്ങിയിരുന്നത്. ജീവിതത്തിൽ കുപ്പായിട്ടിട്ടില്ല അദ്ദേഹം, ജീവിതത്തിൽ കുപ്പായിട്ടിട്ടില്ല. ചാണകത്തിൻ്റെ മണമാണ് അദ്ദേഹത്തിൻ്റെ മണം. ആ മനുഷ്യനെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അള്ളാൻ്റെ റസൂല് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഗാറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നമുക്കറിയുന്ന ആയത്താ. മനുഷ്യരെല്ലാവരും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഊതി തീർക്കലെയ്തത് നടപ്പാക്കി വിശുദ്ധ ഖുർആൻ, നടപ്പാക്കി, നടപ്പിൽ വരുത്തിയ സന്ദേശം. ആ ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നീട് അള്ളാൻ്റെ റസൂലിൻ്റെ മജ്ലിസിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി. റസൂലിനെ കാണാൻ പോയി രംഗണ്ടല്ലോ. രാത്രി അദ്ദേഹം ഉമയ്യത്തിൻ്റെ തൊഴുത്തിൽ നിന്ന് എണീറ്റ് പോവുകയാണ്. പുരാക്കുരിട്ടുള്ള രാത്രിയിൽ റസൂലിൻ്റെ വീട്ടിൻ്റെ ഉമ്മറത്ത് പോയിട്ട് വിളിച്ചു, അള്ളാൻ്റെ റസൂലിനെ വിളിച്ചു. ഉടനെ തന്നെ റസൂൽ ആരാന്ന് ചോദിച്ചു. ഞാനാന്നാ മറുപടി പറഞ്ഞത്. ബിലാലിൻ്റെ പേര് പറഞ്ഞില്ല. പക്ഷേ റസൂലിന് ആ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി. അന്ന് റസൂൽ വാതിൽ തുറന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ബിലാൽ റളിയല്ലാഹുവിനെ വാരി കെട്ടിപ്പുണർന്നു. അന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിച്ച വൈദ്യുത തരംഗം ലോകം അതുവരെ വെച്ചു പുലർത്തിയ സകല അസമത്വത്തിൻ്റെ ചീട്ടുകൊട്ടാരങ്ങളും തച്ചു തകർക്കുന്നതായിരുന്നു. പിന്നീട് ആ ബിലാൽ റളിയല്ലാഹുവിനാണ് വിശുദ്ധ കഅബാലയത്തിൻ്റെ മുകളിൽ കയറി ബാങ്ക് വിളിച്ചത്. ആ ബാങ്ക് വിളിയൊക്കെ ഒരു രംഗാണ്. കഅബ കണ്ടിട്ടില്ല ബിലാൽ. ജനിച്ചത് ബിലാൽ റളിയല്ലാഹുവിന് അബിസീനിയൻ അടിമ എന്നൊക്കെ പറഞ്ഞാൽ ശരി, അദ്ദേഹം ജനിച്ചത് മക്കയിലാണ്. അദ്ദേഹത്തിൻ്റെ കാരണവന്മാരാ അബിസീനിയക്കാർ. ജനിച്ചത് മക്കയിലാണ്. ആ മക്കയിൽ ജനിച്ച അക്കണ്ട കാലമായിട്ട് കഅബ കണ്ടിട്ടില്ല. കഅബയുടെ 4 അയലത്തേക്ക് വരാൻ പാടില്ല ബിലാൽ. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു നമ്മൾ മനസ്സിലാക്കണം, ആ ബിലാൽ റളിയല്ലാഹു അൻഹു അതാ കഅബാലയത്തിൻ്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കുകയാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വിജയപ്രഖ്യാപനം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ചെങ്കോട്ടയിൽ നെഹ്റു പ്രസംഗിച്ച പോലെ ആ സാക്ഷാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് കൊതിച്ചുപോയി എന്നെ റസൂൽ വിളിച്ചെങ്കിൽ, ഉമർ റളിയല്ലാഹുവിന് ആഗ്രഹിച്ചു പോയി എന്നെ റസൂൽ വിളിച്ചെങ്കിൽ, പക്ഷേ റസൂൽ വിളിച്ചതായില്ല ബിലാൽ. എവിടെ ബിലാൽ? മാറി നിൽക്കുന്ന ബിലാൽ കഅബയുടെ അരികത്ത് നിൽക്കുന്ന റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് വന്നിട്ട് റസൂൽ പറഞ്ഞു, കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്ക്. സ്തൂപം പോലുള്ള കഅബയുടെ മുകളിൽ കയറാൻ പറ്റാതെ നിൽക്കുന്ന ഘട്ടത്തിൽ അള്ളാന്റെ റസൂൽ തൻ്റെ വെളുത്ത കൈത്തണ്ട കഅബാലയത്തിൻ്റെ ചുവരിനോട് ചേർത്ത് പിടിച്ചു. ചവിട്ടി കയറിക്കോ. അദ്ദേഹം തത്തിപ്പിടിച്ച് കയറി. പക്ഷേ പെട്ടെന്ന് താഴേക്ക് ഉയർന്നു വീണു. ഉടനെ തന്നെ മുഹമ്മദ് റസൂല, ഖുറൈശി തറവാട്ടിൻ്റെ മുഹമ്മദ് റസൂലുള്ള
തൻ്റെ 2 തോളും ബിലാലിൻ്റെ കാലിനടിയിൽ വെച്ചു. എന്താണ് ആ രംഗം? ഇപ്പൊ റസൂലുള്ളാഹിയുടെ തോളത്ത് ചവിട്ടി നിൽക്കുന്ന ബിലാൽ, കഅബമ്മ തത്തിപ്പിടിച്ച് നിൽക്കുന്ന ബിലാൽ. അവസാനം ബിലാൽ റളിയല്ലാഹു അൻഹു കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിച്ചു. ആ രംഗം കണ്ട അബൂ സുഫിയാൻ പറഞ്ഞു, എൻ്റെ വാപ്പ ജീവിച്ചിരിക്കാൻ നന്നായി. ജാഹിലിയത്തിൻ്റെ മനസ്സിലുള്ള വാപ്പയെങ്ങാനും ഈ രംഗം കണ്ടിരുന്നെങ്കിൽ കഅബാലയത്തിൻ്റെ 4 അയലത്തേക്ക് വരാൻ പാടില്ലാത്ത ബിലാൽ കഅബാലയത്തിൻ്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കുന്ന രംഗം എൻ്റെ വാപ്പ കണ്ടിരുന്നെങ്കിൽ കഅബാലയത്തിൻ്റെ തിരുമുറ്റത്ത് എൻ്റെ വാപ്പ ഹൃദയം പൊട്ടി മരിച്ചേനെ. ആരെയാണ് മുഹമ്മദ് മുകളിൽ കയറ്റിയിരിക്കുന്നത്? ബിലാലിനെ. ആ ബിലാൽ ആരെയാണ് താഴെ നിർത്തിയിരിക്കുന്നത്? ഖുറൈശ് തറവാട്ടിലെ തമ്പുരാക്കന്മാരെ. ഞാൻ പറയുന്നത് നിസ്സാര വിഷയമല്ല. ലോകത്ത് ഇന്നും ഏറ്റവും വലിയ പ്രശ്നം ഈ വംശീയാധിപത്യത്തിൻ്റെയും വംശീയ അധിക്ഷേപത്തിൻ്റെയും പ്രശ്നങ്ങളാണ്. നമ്മൾ വിചാരിക്കും ഈ ഗസയിലെ കുട്ടികളൊക്കെ ഇങ്ങനെ ഇസ്രായേൽ കൊല്ലുമ്പോൾ നമുക്കൊരു സങ്കടം. പക്ഷേ ഇസ്രായേലർക്കൊരു പ്രശ്നമില്ലല്ലോ. നമ്മളിപ്പോൾ വീടിൻ്റെ സൈഡിൽ കുറേ ഉറുമ്പ് തളച്ചാൽ നമ്മൾ ഉറുമ്പ് കൂടി കണ്ടു കിട്ടും. എന്നിട്ട് ഉറുമ്പ് ചാവുമ്പോൾ നമ്മളാരും ഇരുന്ന് കരയിലൊന്നുമില്ല. കാരണം അത് ഉറുമ്പാണെന്നുള്ള വിചാരം നമുക്ക്. പലസ്തീനിലെ മക്കളെ മനുഷ്യരായി കാണുന്നില്ല, അവർ മനുഷ്യരായിട്ട് കാണുന്നില്ല. അതുകൊണ്ടല്ലേ ഹിരോഷിമയിലും നാഗസാക്കിയിലും കോടിക്കണക്കിന് മനുഷ്യരെ കൊല്ലും വിധം ബോംബിടാൻ കഴിയുന്നത്. 1-2 ലോകമഹായുദ്ധങ്ങളിലൂടെ കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നത്. ലോകത്തിലെ ചില ഭരണാധികാരികൾക്കൊക്കെ മനുഷ്യരായി കാണാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ കൂട്ടക്കൊല നടത്തുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഇസ്ലാം മനുഷ്യരെ ഒന്നായി കണ്ടു, മനുഷ്യരിൽ സമത്വമുണ്ടാക്കി. ഒരൊട്ടകത്തിൻ്റെ കയറിന് വേണ്ടി യുദ്ധം ചെയ്തവർ, മുന്നിൽ പോയ കുതിരയുടെ കാലിൽ പിന്നിൽ വന്നവൻ്റെ കുതിര ചവിട്ടി എന്നതിൻ്റെ പേരിൽ പതിറ്റാണ്ടുകൾ യുദ്ധം ചെയ്തവർ സാഹോദര്യത്തിൻ്റെ അത്യുദാത്തമായ മാതൃകളായി മാറി. അത് ഖുർആൻ ഉണ്ടാക്കിയ മൂല്യമാണ്. ഇതൊരു വിഷയത്തിലല്ല, എല്ലാറ്റിലും. ഞാൻ പറയുന്നു, ഇപ്പം നീതി എന്ന് പറഞ്ഞതൊരു വലിയ വിഷയമല്ലേ? നിങ്ങൾ ഖുർആനിലെ ഞാൻ പറഞ്ഞില്ലേ, നിസ്കാരത്തിൻ്റെ ആയത്ത് കാണാൻ കഴിയില്ലെങ്കിൽ നിസ്കരിക്കുന്നതിൻ്റെ രൂപം കാണാൻ കഴിയില്ലേ? നീതിയെക്കുറിച്ച് എത്ര 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 ആയത്തുകളാണ്. ഒരു സംഭവം തന്നെ സൂറത്തു നിസായിൽ പേജുകളിൽ വിശദീകരിച്ചിരിക്കുന്നു. ചില പേജുകൾ ഇങ്ങനെ സംഭവം വിശദീകരിക്കുക. ഒരു മുസ്ലിം ഒരു ദുർബല നിമിഷത്തിൽ ഒരു പടയങ്കി മോഷ്ടിച്ചു. പടയങ്കിയുടെ അന്വേഷണം ഊർജിതപ്പെട്ടപ്പോൾ, തൻ്റെ പടയങ്കി പിടിക്കപ്പെടുന്നുവെന്ന ഘട്ടമെത്തിയപ്പോൾ മുസ്ലിം തൻ്റെ ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, കട്ടത് ഞാൻ പിടിക്കപ്പെട്ട നാണക്കേടാ. അതുകൊണ്ട് ഈ പടയങ്കി നമുക്കൊരു ജൂതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. ഞാൻ രക്ഷപ്പെടുകയും ചെയ്യും, നമ്മുടെ ശത്രുവിനെ പ്രതിയാക്കുകയും ചെയ്യാം. നല്ല സാമർത്ഥ്യമുള്ള തീരുമാനമായി. അങ്ങനെ ചെയ്തു. പടയങ്കിയുടെ അന്വേഷണം ത്വരിതപ്പെട്ടു. റസൂല് ജൂതൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു, ജൂതനെ പ്രതിയായി പ്രഖ്യാപിച്ചു. അതിറങ്ങുന്നു സൂറത്ത് നിസായിലെ കുറേ ആയത്തുകൾ വളരെ രൂക്ഷമായ ശൈലിയിൽ. 14 നൂറ്റാണ്ടായിട്ട് ലോകത്തെ മനുഷ്യർ മുഴുവൻ വായിക്കുന്ന ഖുർആനിൻ്റെ ആയത്ത്, വലാ തുജാദിലു യഖ്താനൂന അൻഫുസഹും. സ്വന്തത്തോട് ആത്മവഞ്ചന നടത്തുന്ന ആളുകൾക്ക് വേണ്ടി പ്രവാചകരെ വാദിക്കണ്ട. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ജനങ്ങളിൽ നിന്ന് അവർ സത്യം മറച്ചു വെക്കുന്നു, പക്ഷെ അല്ലാഹുവിൽ നിന്ന് മറച്ചു വെക്കാനാവൂല. വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർദാ മിനൽ ഖൗൽ. അവർ രാത്രി ഗൂഢാലോചന നടത്തുമ്പോൾ അല്ലാഹുണ്ടായിരുന്നു അവരുടെ സദസ്സിൽ. 10 ആൾ ഗൂഢാലോചന നടത്തുമ്പോൾ 11ാമത്തെ ആളായിട്ട് അല്ലാഹ് അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. കട്ടത് മുസ്ലിമാണ്, നിരപരാധി യഹൂദൻ. ഇന്നും യഹൂദന്മാരെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മുസ്ലിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ പാരായണം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ കിതാബായ വിശുദ്ധ ഖുർആനിൽ മുസ്ലിം കള്ളനാണെന്നും ആ വിഷയത്തിൽ നിരപരാധി യഹൂദനാണെന്നും പറയുന്ന നീതിയുടെ സന്ദേശം ആ ഖുർആനിനകത്തുണ്ട്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഗ്ദിലു ഇഗ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. സ്വന്തത്തോ അവിടെ ഒരു തന്നെ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ അർത്ഥം തെറ്റിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. കണ്ട കാലം നമ്മൾ പള്ളി ദർശിലും അറബി കോളേജിലൊക്കെ പഠിച്ചിരുന്ന ഒരു അർത്ഥം തെറ്റിച്ചാണ് പറഞ്ഞിരുന്നത്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ. എന്താ അർത്ഥം പറഞ്ഞിരുന്നത്? ഒരു ജനതയോടുള്ള വിരോധം എന്ന അർത്ഥം പറഞ്ഞിരുന്നു. ശനാനു ഇതിലറിയുന്ന അറബി അറിയണവർക്ക് അറിയാലോ. ശനആനു ഖൗമിൻ മുദാഫു ഇലൈഹിയ. മുദാഫു ഇലൈഹി ആകുമ്പോൾ ഒരു ജനതയുടെ വിരോധം. നമുക്കാരോടും വിരോധം ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അറബി അറിഞ്ഞവർക്ക് പ്രത്യേകം മനസ്സിലാവും. അതായത് കലമു മുഹമ്മദിൻ്റെ പേനാണ്. ശനആനു ഖൗമിൻ, ഒരു ജനതയുടെ വിരോധം. ഒരു ജനതയ്ക്ക് നമ്മളോട് വിരോധം ഉണ്ടാക്കാം, പക്ഷെ ആ നീതി കാണിക്കാൻ പാടില്ല.
നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് പണ്ടെന്നെ അർത്ഥം പറഞ്ഞ ഒരു ജനതയോടുള്ള വിരോധം എന്നായി. ഒരു ജനതയോട് നമുക്ക് വിരോധം ഉണ്ടെങ്കിൽ അനീതി കാണിക്കരുത് എന്നായി. അങ്ങനെയല്ല, ഒരു ജനതയുടെ വിരോധം അവരോട് അനീതി കാണിക്കാൻ കാരണമാകരുത്. അല്ല, ചില അർത്ഥങ്ങൾ തന്നെ ഇപ്പോൾ അർത്ഥം താമു മിസ്കി എന്നാണ് നമ്മൾ പഠിച്ചത്. അഗതിക്കുള്ള ഭക്ഷണം, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വലാ യഹുദ്ദു അലാ താമിൽ മിസ്കീൻ. അർത്ഥം എങ്ങനെ? അഗതിയുടെ ഭക്ഷണം എന്നാ. നമ്മുടെ വീട്ടിലിരിക്കുന്ന ഭക്ഷണം ആരുടെ ഭക്ഷണം? അഗതിയുടെ ഭക്ഷണം. ഉടമസ്ഥൻ അഗതിയാണ്. മിസ്കീൻ്റെ ഭക്ഷണമാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നത്. നമ്മൾ കൊടുക്കണ ഓശാരല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താ പറഞ്ഞാൽ, നീതിയെക്കുറിച്ച് നടപ്പാക്കി. അതങ്ങ് ശരിക്കും നടപ്പിലായില്ലേ? സമ്പന്ന വീട്ടിലെ പെൺകുട്ടി തെറ്റ് ചെയ്തപ്പോൾ അള്ളാൻ്റെ റസൂലിൻ്റെ അടുത്ത് ഇത്തിരി വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട സ്വഹാബിയോട് അള്ളാൻ്റെ റസൂൽ പറഞ്ഞത്, ലൗ സരിക്കത്ത് ഫാത്തിമ ബിന്ദു മുഹമ്മദ് ഡക്കത്താത്തിയതഹ, എൻ്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ കട്ടാൽ വിടില്ല, ഞാൻ അവളുടെ കൈമുറിക്കും. ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആൻ സഹോദരന്മാരെ സഹോദരികളെ ഓതി തീർത്ത കിതാബല്ല, ലോകത്തെ വിപ്ലവങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കി തീർത്ത കിതാബാണ്. മാത്രമല്ല, ഞാൻ പറയുന്നു, നമുക്ക് ഈ ഖുർആൻ കൊണ്ട് ഇനി എന്തൊക്കെ ലോകത്ത് ചെയ്യാനുണ്ട്. പുതിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താനില്ലേ? നമ്മളിപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്കത് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നും. നമ്മളിപ്പോഴും ആ മുസഹഫാക്കി അവിടെ കെട്ടിപ്പൂട്ടി പൊതിഞ്ഞു വച്ചിരിക്കുക. ഗസയിലെ മനുഷ്യർ മാത്രം ഉദാഹരണം എടുത്ത് നോക്കി. ആ ഗസക്കാരിപ്പോഴും ഇസ്സത്തോടു കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ തോറ്റിട്ടൊന്നുമില്ല. അവർ വൻ വിജയമാണ് നേടിയത്. ലോകശക്തിയുടെ മുമ്പിൽ ഈമാനിൻ്റെ കരുത്തിൽ ജയിച്ച ആൾക്കാരവർ. അവരുടെ പിൻബലം ഖുർആനായിരുന്നു. ഇപ്പം ഗസയിലെ യുദ്ധം, ആ യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, ആക്രമണം കൊടുമ്പിരി കൊണ്ട ഘട്ടത്തിൽ ഇസ്രയേൽ 2 പകലും 1 രാത്രിയും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. വെടിനിർത്തൽ 1 രാത്രി 2 പകൽ. ആ രാത്രിയിൽ അവർ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒക്കെ കേന്ദ്രമായിരുന്ന സ്ഥലത്ത് ആ രാത്രിയിൽ പലസ്തീനികൾ അവരുടെ ഗുഹകളിലും പൊത്തുകളിലും മാളങ്ങളിലും ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളുടെ ഇടകളിലുമൊക്കെ ജീവിച്ചിരുന്ന ഗസക്കാരെല്ലാവരും പുറത്തേക്ക് വന്നു. ഒരാഘോഷം നടക്കാൻ പോകുകയാണ് ആ രാത്രി. വലിയൊരാഘോഷം. ഉള്ള വിളക്കുകളൊക്കെ കത്തിച്ച് വസ്ത്രങ്ങളൊക്കെ ഉടുത്ത് വലിയ ആഘോഷം. എന്താ ആഘോഷം എന്നറിയോ? ഈ ആക്രമണം കൊടുമ്പിരി കൊണ്ട 1 വർഷത്തിനിടയ്ക്ക് 600 ചില്ലാനം കുട്ടികൾ ഖുർആൻ ഹാഫിളുകളായിട്ടുണ്ട്. ആ ഹാഫിളീങ്ങളായ ആളുകൾക്ക് സനത് കൊടുക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം യുദ്ധം അവസാനിച്ചു. ഇപ്പം ഈ കഴിഞ്ഞ 1 മാസം മുമ്പ് 500 ചില്ലാനം കുട്ടികൾ ഹാഫിളുകളായവർക്ക് ഇതുപോലെ അവർ ആഘോഷം നടത്തി സനത് കൊടുത്തു. നിങ്ങൾക്കറിയാമോ, ഉമ്മ ഷഹീദായ, വാപ്പ ഷഹീദായ, സഹോദരങ്ങൾ ഷഹീദായ, എല്ലാവരും നഷ്ടപ്പെട്ട 6ഉം 7ഉം വയസ്സുള്ള കുട്ടികൾ അവർ പാർത്തിരുന്ന തകർന്നടിഞ്ഞ് വീണ കെട്ടിടത്തിൻ്റെ അവശിഷ്ടത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് അവർ ഖുർആൻ ഓതുകയാണ്. ആ ഖുർആൻ പാരായണം ലോകത്തിലെ ദശലക്ഷക്കണക്കിന് മനുഷ്യർ കേൾക്കുകയാണ്. ഞാൻ ലേറ്റസ്റ്റ് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് വായിച്ചത് 30 മില്യൺ ആളുകളെയാണ് പലസ്തീനിലെ കുട്ടികളുടെ ഖുർആൻ പാരായണം യൂറോപ്യൻ അമേരിക്കൻ സമൂഹത്തിലെ ആളുകളെ സ്വാധീനിച്ചിരിക്കുന്നത്. 30 മില്യൺ ആളുകളെ. കാരണം ഈ ഖുർആൻ അതൊരു അത്ഭുത ശക്തിയുള്ള മോചിസത്താണിത്. നമ്മളതിൻ്റെ വില മനസ്സിലാക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. ഖുർആൻ ഒരു മോചിസത്താണ്. നമുക്ക് എന്തൊക്കെ കുറവുണ്ടായാലും ശരി, നമ്മളെ ആറ്റം ബോംബില്ല ഒന്നുമില്ല, പക്ഷേ നമ്മളെ കയ്യിൽ എന്തുണ്ട്? ഖുർആനുണ്ട്. കാരണം അതൊരു മോചിസത്താണ്. സാധാരണ മോചിസത്ത് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാർ തങ്ങൾ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരാണെന്ന് പ്രബോധിത സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു താല കൊടുക്കുന്ന അമാനുഷിക ദൃഷ്ടാന്തമാണല്ലോ മോചിസത്ത്. മൂസാ നബി അലൈഹി സ്വലാമിന് വടിയിട്ടാൽ പാമ്പാവും, കൈ കക്ഷത്തിൽ വെച്ചാൽ പ്രകാശമാനമായി തീരും. സാലിഹ് നബി അലൈഹി സ്വലാമിന് ഒട്ടകം, ഇങ്ങനെ ഈസാ നബി അലൈഹി സ്വലാമിന് വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗമുള്ള ആളുകളുടെ രോഗം മാറ്റാനുള്ള സിദ്ധി, ഇതൊക്കെ മോചിസത്തുകളാണ്. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് കിട്ടിയ മോചിസത്ത് ഖുർആനാണ്. എഴുതാൻ അറിയാത്ത, വായിക്കാൻ അറിയാത്ത നിരക്ഷരനായ പ്രവാചകന്റെ വായിലൂടെ അവതീർണമായ വിശുദ്ധ ഖുർആൻ അത്ഭുതകരമായി, എന്താ പറയുക, അത്യത്ഭുതകരമായൊരു ഗ്രന്ഥമായി നിലകൊള്ളുകയാണ്. മൂസാ നബിയുടെ മോചിസത്തിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, അത് മൂസാ നബി മാത്രം ഇട്ടാലേ വടിയാവുള്ളൂ, വടി പാമ്പാവുള്ളൂ. വേറൊരാളാ വടിയിട്ടാൽ പാമ്പാവില്ല. മൂസാ നബി വഫാത്തായതോടുകൂടി വടിയുടെ ശക്തി പോയി. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ സിദ്ധി അനുചരന്മാർക്ക് കിട്ടിയിട്ടില്ല. അമ്പിയാക്കന്മാർക്ക് മാത്രമേ മോചിസത്ത് ഫലം ചെയ്തിട്ടുള്ളൂ. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ലഭിച്ച വിശുദ്ധ ഖുർആൻ
അമ്പിയാക്കന്മാരുടെ കയ്യിൽ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലുള്ള മോചിതത്താണ്. ഞാൻ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്തുണ്ടായിരുന്ന അത്ഭുതകരമായ ഖുർആനിനേക്കാൾ കൂടുതൽ പ്രോജ്വലമായ, കൂടുതൽ ശക്തിയുള്ള മോചിതത്തായിട്ട് ഇന്ന് ഖുർആൻ നിലകൊള്ളുകയാണ്. നമ്മളത് മനസ്സിലാക്കണില്ല എന്നേ ഉള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം നാളത്തെ മാധ്യമം പത്രം അങ്ങനെ തന്നെ വന്നോട്ടെ, മാധ്യമത്തിൽ തന്നെ ഫസ്റ്റ് ഹെഡിങ്, ഭീകരാക്രമണം, 6 ഭീകരവാദികൾ കൊല്ലപ്പെട്ടു. ഹെഡിങ്, ഫസ്റ്റ് ഹെഡിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ അടിയിൽ എഴുതാൻ പോണ പേര് മുസ്ലിം പേരാണെന്ന്. കാരണം ഭീകരവാദിയാണോ മുസ്ലിമാണ്, ഭീകരാക്രമണമാണോ മുസ്ലിം ആക്രമണമാണ്. നമുക്ക് ചാർത്തപ്പെട്ടിട്ടുള്ള വലിയ സ്ഥാനപ്പേരാണ് നമ്മൾ ഭീകരവാദികളാണ് എന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെന്തെങ്കിലും ഭീകരപ്രവർത്തനം നടത്തുന്നുണ്ടോ ഇന്ത്യയിൽ? ലോകത്ത് ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരാ? ഇസ്ലാം വിരുദ്ധ ശക്തികളല്ലേ? അമേരിക്കയല്ലേ? ഇസ്രായേലല്ലേ? റഷ്യയല്ലേ? ഈ സാമ്രാജ്യത്വ ശക്തികളല്ലേ? അവരല്ലേ നടത്തിയത് മുഴുവൻ? ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയത് അവരല്ലേ? 1-2 ലോക ഭീകരയുദ്ധം നടത്തിയത് അവരല്ലേ? വിയറ്റ്നാമിലും കംബോഡിയയിലും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയത് അവരല്ലേ? ആരുടെ കയ്യിലായുധം? മുഴുവൻ മനുഷ്യരെ മുഴുവൻ പലതവണ ആവർത്തിച്ച് കൊല്ലാവുന്ന ആയുധം മുഴുവൻ ശേഖരിച്ചു വെച്ചിട്ടുള്ളത് അവരല്ലേ? നമുക്കെന്ത് ഒരു ഏറുപടക്കം പോലും ഉണ്ടാക്കാൻ അറിയാം മുസ്ലിങ്ങൾക്ക്? പക്ഷേ മുസ്ലിങ്ങളെ ഭീകരന്മാരായിട്ട് അവർ കാണുന്നു, ഭീകരന്മാരായി കാണുന്നു. അത് വെറുതെ പറഞ്ഞൊന്നുമല്ല, സത്യത്തിൽ പേടിയുണ്ട്. ഞാൻ കാര്യമില്ല പറഞ്ഞു. ഈ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞിട്ട് അത് വേറെ കുറച്ച് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇസ്ലാമിനെ പേടിയുണ്ട്. എന്താ പേടിക്കാൻ കാരണം? ലോകത്തിലെ സാമ്രാജ്യത്വ ശക്തികളുടെ സമ്പത്തിൻ്റെ മുഖ്യ വരവ് പലിശയിൽ നിന്നാണ്. പലിശാധിഷ്ഠിത സമ്പൽ വ്യവസ്ഥയിലൂടെയാണ് അവർ സമ്പന്നരാകുന്നതും സാമ്പത്തികമായി ശക്തരായിത്തീരുന്നതും. പലിശക്കെതിരെ ശക്തമായ യുദ്ധപ്രഖ്യാപനം നടത്തിയ ഒരേ ഒരു വേദഗ്രന്ഥം അത് ഖുർആനാണ്. ആ ഖുർആനിനെ ഹൃദയത്തിലേന്തിയ ഒരു ജനതയാണ് ലോകത്തിലെ 100-200 കോടി വരുന്ന മുസ്ലിങ്ങൾ. അതുകൊണ്ട് തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് ഏറ്റവും വിരുദ്ധമായി നിൽക്കുന്ന ഒരു വേദഗ്രന്ഥത്തെ, അതിനെ കയ്യിലെന്തുന്നവരെ അവർ ഭീകരവാദികളായി ചിത്രീകരിക്കും. രണ്ടാമത് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്നത് പോണോഗ്രാഫിയിലൂടെ, അതിനെയും ഖുർആൻ എതിർക്കുന്നു. മൂന്നാമത് അവർ ലോകത്ത് വിതരണം ചെയ്യുന്നത് അസമത്വത്തിൻ്റെയും അതേപോലെ വംശീയതയുടെയും വർത്തമാനമാണ്, അതിനെയും വിശുദ്ധ ഖുർആൻ എതിർക്കുന്നു. രണ്ടാമത് മുസ്ലിങ്ങൾ അവരുടെ ഉമ്മാനേക്കാളേറെ സ്നേഹിക്കുന്നത് റസൂലിനെയാണ്. അവർക്കറിയാം ഈ ഒരു കാലത്ത് കിസ്റയുടെയും കൈസറിൻ്റെയും ആണിക്കല്ല് തകർത്തത് ഈ ഖുർആനാണ്. ലോകത്തിലെ സാമ്രാജ്യത്വ ശക്തിയായ പേർഷ്യയുടെയും റോമയുടെയും ആണിക്കല്ല് തകർക്കാൻ നേതൃത്വം കൊടുത്തത് പ്രവാചകനാണ്. ആ പ്രവാചകനെ ഉമ്മയെക്കാളേറെ സ്നേഹിക്കുന്ന ജനത, ആ വിശുദ്ധ ഖുർആനിനെ നെഞ്ചിലെന്നുന്ന ജനത, അവരെ ഭീകരന്മാരായിട്ടാണ് ലോകത്തെ അവർ ചിത്രീകരിക്കുക. നമ്മളെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ ശക്തമാണ്, അത് ഇപ്പോഴും പ്രോജ്വലമാണ്. ഒരു വള്ളി പുള്ളി വ്യത്യാസം വരാതെ എന്തെല്ലാം, നിങ്ങൾ ഖുർആൻ്റെ ചരിത്രം പഠിക്കേണ്ടതാണ്. എത്ര പരിശ്രമങ്ങൾ ഖുർആനിൽ നടത്തി നോക്കി. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ ഞാനൊരു ഖുർആനായത്തുകൊണ്ട് ഓതിയാൽ അതിലൊരു ഹർക്കത്ത് തെറ്റിയാൽ ഇവിടുന്നും ഇവിടുന്നും ഒക്കെ ആ തെറ്റ് വിളിച്ചു പറയാൻ പാടും. അത് തെറ്റിയെന്ന് പറയും. ഒരക്ഷരം മാറ്റാൻ കഴിയില്ല. മുസ്ലിം സമുദായത്തിൽ തർക്കമില്ലാത്തൊരു വിഷയമല്ല. അള്ളാൻ്റെ കാര്യത്തിൽ തർക്കമുണ്ട്, റസൂലിൻ്റെ കാര്യത്തിൽ തർക്കമുണ്ട്, പരലോകത്തിൻ്റെ കാര്യത്തിൽ തർക്കമുണ്ട്, നിസ്കാരത്തിൽ തർക്കേ ഉള്ളൂ, ഹജ്ജിലാകെ തർക്കേ ഉള്ളൂ, സക്കാത്തിനും തർക്കേ ഉള്ളൂ. പക്ഷേ ഖുർആനായത്തിൻ്റെ കാര്യത്തിൽ തർക്കമില്ല. ഇന്ന ഖുർആനായത്ത് ചേർക്കേണ്ടതുണ്ട്, ഇന്ന ഖുർആനായത്ത് വിട്ടുപോയിട്ടുണ്ട്, ഒരു തർക്കമില്ല. എല്ലാവർക്കും ഒരൊറ്റ ഖുർആനേ ഉള്ളൂ, എല്ലാവർക്കും ഒരു ഖുർആനേ ഉള്ളൂ. ഇനി ആ ഖുർആനിനെ നമ്മളൊന്ന് സാമാന്യം പഠിച്ചു നോക്കിയേ. അത്ഭുതകരമായ ദിവ്യശക്തിയുള്ളൊരു ഗ്രന്ഥമാണ് അറബി ഭാഷയിലെ വിശുദ്ധ ഖുർആൻ. നിങ്ങൾ കുറേ നേരം ഇരിക്കണില്ലേ? ഒന്ന് എണീറ്റ് നോക്കി എല്ലാവരും ഒന്ന്. എന്നിട്ട് അടുത്ത ആൾക്കൊന്ന് ഷെയ്ക്കൻ്റെ അടുത്ത് നോക്കിയേ. ആരോഗ്യത്തിന് നല്ലതാണ്. ഇൻഷാ അല്ലാ ഷെയ്ക്കൻ്റെ കൊടുക്കേ, കയ്യാ കാണിക്കണേ. ഇൻഷാ ഈ ഷെയ്ക്കൻ്റെ അടുത്തുള്ള ഗുണം എന്താ പറഞ്ഞാലേ, ഇതോളെ വിരലുകൾക്കിടയിലൂടെ പാപം കൊഴിഞ്ഞു പോകുന്നു. ഭാര്യ ഭർത്താവിന് കൊടുത്താലും വിരലുകൾക്കിടയിലൂടെ പാപം കൊഴിയുന്നു, ഹദീസിലുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകുന്ന അറിയില്ല. ഞാൻ മുമ്പൊരിക്കൽ ഖുതുബയിൽ ഇത് പറഞ്ഞു. ഭർത്താവ് ഭാര്യയ്ക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്താൽ
രണ്ടുപേരുടെയും വിരലുകൾക്കിടയിലൂടെ പാപം കൊഴിയുന്നുള്ള ഹദീസ് ഞാനിങ്ങനെ കുത്തുപേര് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിലൊക്കെ പോയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ. അപ്പോൾ ഒരു സ്ത്രീയാണ് വിളിക്കണേ, ഞാൻ അറിയുന്ന ആൾ തന്നെ. അമീൻ സാഹിബേ, നമ്മൾ യൂസുഫ് കാക്ക് എന്താ പറ്റി, മൂപ്പരെ ഭർത്താവാണ് ഈ പറഞ്ഞത്, എന്തേ പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ഞാനും ബേജാറായി. എന്തേ? അല്ല ഒന്നുമില്ല, ജുമാ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ക്കാൻഡ് ആദ്യമായിട്ട് കിട്ടുകയാണ്. അപ്പം ഞാനിങ്ങനെ അന്തം വിട്ടിട്ട് വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അന്തം വിടൊന്നും വേണ്ട, വേണമെങ്കിൽ അമീൻ സാഹിബിനോട് ചോദിച്ചു നോക്കുക എന്താ കാര്യം. അപ്പോൾ അതുകൊണ്ട് വിളിച്ചതാണ്. എന്താ പറഞ്ഞ പോലെ ഇരുന്നിങ്ങനെ നോമ്പ് റമദാൻ മാസമൊക്കെ ആകുമ്പോൾ ഒരു ക്ഷീണം മാറാനൊക്കെ നല്ലതാണ്. ഞാൻ പറഞ്ഞെന്താ പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനിനെ അതിൻ്റെ അത്ഭുതം നമ്മളെങ്കിലും ഉൾക്കൊള്ളണം. അറബി ഭാഷയിലാണ് ഖുർആൻ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷകളിലൊന്നാണ് അറബി. പക്ഷെ അറബിയിലെ ഗദ്യമെന്നോ പദ്യമെന്നോ പറയാനാവാത്ത അനവധ്യ സുന്ദരമായ ഭാഷാശൈലിയിലുള്ളൊരു ഗ്രന്ഥമാണ് ഖുർആൻ. സാധാരണ 1400 കൊല്ലം കഴിഞ്ഞാൽ വായിക്കാൻ തന്നെ പറ്റാത്ത ഭാഷാശൈലി ആവേണ്ടതാണ്. അപ്പോൾ ഞാൻ സാധാരണ കുട്ടികളോടൊക്കെ പറയും, നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ ക്ലിപ്പിങ്ങുകളൊക്കെ കണ്ടാൽ അതിലെ ഡയലോഗുകളൊക്കെ പഴയ പോലെ ആയി മാറിയിട്ടുണ്ടാവും, ഇന്നത്തെ പോലെയല്ല. പക്ഷെ 1400 വർഷം കഴിഞ്ഞിട്ടും വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ ഇന്നിറങ്ങിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടല്ലേ ലോകത്തിൻ്റെ മുമ്പിൽ ഖുർആൻ വലിയ ഒരു വെല്ലുവിളി നടത്തിയില്ലേ. ഈ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന് തുല്യമായൊരു ആശയം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന്. ലൗ അൻസൽന ഹാദൽ ഖുർആൻ അലാ, ഈ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി. അതുപോലെ ഒരു സൂറത്തെ എഴുതിണ്ടാക്കുക എന്നുള്ളതല്ല ശരിക്കും അതിൻ്റെ അർത്ഥം. ഖുർആൻ ലോകത്തിൻ്റെ മുമ്പിൽ വെച്ച ആശയത്തിന് തുല്യമായൊരാശയം. നിങ്ങൾ ഇന്ന് നോക്കിയേ, 14 നൂറ്റാണ്ട് കഴിഞ്ഞു. ഖുർആൻ ലോകത്തിൻ്റെ മുമ്പിൽ വെച്ചൊരു സാമ്പത്തിക വ്യവസ്ഥയേക്കാൾ നല്ലൊരു സാമ്പത്തിക വ്യവസ്ഥ ഈ ലോകത്ത് ആരെങ്കിലും സമർപ്പിച്ചിട്ടുണ്ടോ? കമ്മ്യൂണിസമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു, അത് അതിൻ്റെ ഈറ്റില്ലത്തിൽ തകർന്നു വീണു. മുതലാളിത്തം അതിൻ്റെ ഭീകര ബീഭത്സ മുഖത്തോടു കൂടി നിൽക്കുന്നു. ഇന്ത്യയിലെ മിക്സഡ് എക്കോണമി അതിൻ്റെ തകർച്ചയിൽ നിൽക്കുന്നു. പക്ഷേ ഇന്നിപ്പോൾ അവസാനം പലിശരഹിത സമ്പൽ വ്യവസ്ഥയെക്കുറിച്ച് ലോകം ചിന്തിക്കുകയാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം വെച്ച ധാർമ്മിക വ്യവസ്ഥ പോലെ ഒരു ധാർമ്മിക വ്യവസ്ഥ, ഖുർആൻ സമർപ്പിച്ച ഒരു ധാർമ്മിക വ്യവസ്ഥ ഏതെങ്കിലും വ്യവസ്ഥയിലുണ്ടോ? ഇപ്പോഴും യൂറോപ്യൻ അമേരിക്കൻ സമൂഹത്തിലെ ഹോളിവുഡിലെ സിനിമാ നടിക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ മറന്നപ്പോൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങണമല്ലോ, അവർ വേഗം ചെയ്തത് ഒരു പർദ്ദ ധരിച്ചിട്ട് സുഖമായിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്തു വന്നു. കാരണം ഇപ്പോഴും അതന്നെ സാധ്യമാകുന്നത്. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും മോശമായി സിനിമ നടിച്ചിരുന്ന ഒരു സിനിമാ നടി പോലും ഇസ്ലാമിക വസ്ത്രം ധരിച്ച് ഇന്ന് ഉംറയ്ക്ക് പോകാൻ തയ്യാറാകുന്നു. അവരെ കൊണ്ടുപോകുന്നത് ഇന്ത്യയിൽ വളരെ മോശമായി സിനിമയിൽ അഭിനയിച്ച ഒരു സ്ത്രീ അത്തരം ഒരു ജീവിത വ്യവസ്ഥ മുഴുവൻ ഒഴിവാക്കി അവരെ പ്രേരിപ്പിച്ചു കൊണ്ടുപോവുകയാണ്. മാറ്റങ്ങൾ ലോകത്ത്. ഇതിനൊക്കെ വലിയ ധാർമ്മിക വ്യവസ്ഥ എവിടെയുണ്ട്? ഇതിനും വലിയ ധാർമ്മിക വ്യവസ്ഥ, ഇതിനും വലിയ കുടുംബ വ്യവസ്ഥ എവിടെയുണ്ട്? കുടുംബത്തെ ഏറ്റവും സുന്ദരമായി അവതരിപ്പിച്ചൊരു കുടുംബ വ്യവസ്ഥ ഇസ്ലാം വച്ചത്. ഖുർആൻ ലോകത്തിൻ്റെ മുമ്പിൽ വെച്ച വ്യവസ്ഥകളെക്കാൾ പറ്റിയൊരു വ്യവസ്ഥ ലോകത്തിന് മുമ്പിൽ വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് എത്ര സിദ്ധാന്തങ്ങളൊക്കെ തകർന്നടിയുമ്പോൾ ലോകം ഇസ്ലാമിലേക്ക് വരികയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇസ്ലാമാണ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന മതദർശനം ഇസ്ലാമാണ്. 2050 എത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗം മുസ്ലിങ്ങളാകുമെന്ന് നിങ്ങൾ നെറ്റിലടിച്ചു ചോദിച്ചു നോക്ക്. ചാറ്റ് ജിപിടിയോട് ജെമിനിയോട് ചോദിച്ചു നോക്ക്. ലോകത്തെ ഏറ്റവും വളരുന്ന മതദർശനം ഏതാ? ഇസ്ലാം. ഇസ്രായേലിൻ്റെ സാധനമാണ് ഇതൊക്കെ, ഇസ്രായേലിൻ്റെ സാധനമാണ്. പക്ഷെ അവർ പോലും മറുപടി പറയും ഇസ്ലാമാണെന്ന് പറയും. ലോകത്തെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള മതദർശനം ഏതാണ്? ഇസ്ലാം. പിന്നെ എങ്ങനെ പേടിക്കാതിരിക്കും? ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മതപരമായ ആശയങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന മതമേത്? ഇസ്ലാം. ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥമേത്? ഖുർആൻ. ഏറ്റവും കൂടുതൽ ആളുകൾ മനഃപ്പാഠമാക്കിയ ഗ്രന്ഥമേത്? ഖുർആൻ. ഇതൊക്കെ ലോകത്ത് നിന്ന് ഇപ്പോഴും ഈ പതിതമായ അവസ്ഥയിലും മുസ്ലിങ്ങളുടെ പക്കലുള്ള അവസ്ഥയാണ്. നമ്മളൊരു പോരായ്മ കാണുന്നില്ല. അതേപോലെ വിശുദ്ധ ഖുർആൻ നടത്തിയ പ്രവചനങ്ങൾ അതൊക്കെ പുലരേണ്ട സന്ദർഭത്തിൽ പുലർന്നു എന്നുള്ളതാണ്. നമ്മളത് ശരിക്കും പഠിച്ചാൽ ഞെട്ടിപ്പോവും. ഒരു ആംഗ്ലേയ ചരിത്രകാരൻ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഖുർആനിലെ ഏറ്റവും വലിയ അത്ഭുതം സൂറത്തുൽ ലഹബാണ്. സൂറത്തുൽ ലഹബ്, തബ്ബത് യദാ അബി ലഹബിൻ വതബ്ബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് എന്ന ആയത്താണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ച എന്താണെന്ന് പറഞ്ഞാൽ, അബൂലഹബ് നരകത്തിലാണെന്ന് ഖുർആൻ പറഞ്ഞു. അബൂലഹബിൻ്റെ പ്രതാപകാലത്ത്
അദ്ദേഹം പറയുന്നു മുഹമ്മദ് നബിക്ക് അങ്ങനെ പറയാൻ പറ്റൂല. കാരണം അബൂലഹബിനേക്കാൾ വലിയ ധിക്കാരികളും എതിരാളികളും ശത്രുക്കളുമായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അബൂലഹബിൻ്റെ അന്ത്യം ഇങ്ങനെയാണെന്ന് പറയാൻ ഭാവി അറിയുന്ന പടച്ചോൻക്കല്ലാതെ പറ്റൂല. ആരൊക്കെ വന്നത്? അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു വന്നില്ലേ? അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു വന്നില്ലേ? അബൂജഹലിൻ്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു വന്നില്ലേ? അബൂ സുഫിയാൻ വന്നില്ലേ? എത്ര യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത ആളാ അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹ വന്നില്ലേ? ഹംസ റളിയല്ലാഹു അൻഹു വധിക്കാൻ ഗൂഢാലോചന നടത്തിയ ഹിന്ദ്, ഹംസ റളിയല്ലാഹു അൻഹു വധിച്ച വഹ്ശി വന്നില്ലേ? പക്ഷേ അബൂലഹബിൻ്റെ അന്ത്യം ഇങ്ങനെയാണെന്ന് പറയാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്നാണ് ആംഗ്ലേയ ചരിത്രകാരൻ പറഞ്ഞത്. അതേപോലെ റോമ പേർഷ്യൻ സാമ്രാജ്യങ്ങളുടെ സംഘടനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഖുർആനിൽ ഒരു സൂറത്തിൻ്റെ പേര് തന്നെ റോമ എന്നാണ്. റോമ സാമ്രാജ്യം, സൂറത്തുർ റൂം. റോമ തകർന്നു ഒരു യുദ്ധത്തിൽ. രണ്ട് പ്രബല ശക്തികളാണ്. പക്ഷേ റോമ തകർന്നു. റോമ ക്രിസ്ത്യാനികളുടെ രാജ്യമാണ്, മുസ്ലിങ്ങളായിട്ട് ഒരു ചായ്വൊക്കെയുള്ള രാജ്യമാണ്. അതുകൊണ്ട് റോമ തകർന്നപ്പോൾ മുസ്ലിമീങ്ങളെ കളിയാക്കാൻ തുടങ്ങി മുശ്രിക്കുകൾ. നിങ്ങളെപ്പോലെ വേദവും പരലോകമൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ ഞങ്ങളുടെ ആൾക്കാർ തോൽപ്പിച്ചു. പക്ഷേ വിശുദ്ധ ഖുർആൻ പറഞ്ഞു അലിപ്ലാമീം ഒലിബത്തിർ റൂം അതിനെല്ലാർത്തി ബഹും മിംബാദി ഒലബിഹിം സയഗ്ലിബൂൻ. ഇതാ റോമ തോറ്റിരിക്കുന്നു, ഏതാനും കൊല്ലത്തിനുള്ളിൽ റോമ ജയിക്കും. ഖുർആൻ പ്രവചനം നടത്തി. അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയത്തിറങ്ങുന്ന സമയത്ത് അവിടെ ഇല്ല. അദ്ദേഹം കച്ചവടത്തിന് അവിടെ പോയിരിക്കുക. തിരിച്ചു വരുമ്പോൾ ഉമയ്യത്ത് എന്ന് പറയുന്ന ഖുറൈശി പ്രമുഖൻ അബൂബക്കറിനെ കണ്ട് കളിയാക്കാൻ തുടങ്ങി. എടോ, നിങ്ങളുടെ നേതാവിന് വട്ട് കൂടി വരിക അല്ലേ? റോമയുടെ തകർച്ച കണ്ട് ആരെങ്കിലും റോമ തിരിച്ച് ജയിക്കുമെന്ന് പറയോ? നിങ്ങളുടെ ഖുർആനിൽ ഇതാ റോമ ജയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖും ഞെട്ടി. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, ഖുർആനിൽ പറഞ്ഞിരിക്കണോ? അതെ. ഉറപ്പാണ്? ഉറപ്പ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖും പറഞ്ഞു, എന്നാൽ ഖുർആൻ ചെയ്യും, എന്നാൽ റോമ ജയിക്കും. അപ്പോൾ പിന്നെ വട്ട് തനിക്കായി എന്നുള്ള മട്ടിലായി. പറഞ്ഞ് തർക്കായി. ബെറ്റിട്ട ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ വന്ന കാലമൊന്നുമല്ല. ഒരൊട്ടകത്തിന് 3 കൊല്ലത്തിനുള്ളിൽ റോമ ജയിക്കും. ബെറ്റും കെട്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ചെന്നു. അള്ളാഹിൻ്റെ റസൂലിനോട് എന്നിട്ട് ചോദിച്ചു, റസൂൽ എങ്ങനെയൊക്കെ ആയത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, എന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂൽ ഒരു പ്രശ്നം പറഞ്ഞു. ഫി ബിള സിനീൻ, ഏതാനും കൊല്ലത്തിനുള്ളിൽ റോമ ജയിക്കുന്നതാണ്. ബിള എന്ന് പറഞ്ഞാൽ ഏതാനും കുറച്ച് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അത് 3 മുതൽ 9 വരെയുള്ള അക്കങ്ങൾക്കാണ് ഉപയോഗിക്കുക. 3 മുതൽ 9 വരെയുള്ള അക്കങ്ങൾക്ക്. അഥവാ 9 കൊല്ലത്തിനുള്ളിൽ ജയിക്കുമെന്ന് പറയണം. അങ്ങനെ ബെറ്റ് പുതുക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് പോണ നേരത്ത് റസൂൽ വീണ്ടും പറഞ്ഞു, ഏതായാലും ബെറ്റിട്ടല്ലേ, എന്നാൽ 2 പൂജ്യം കൂടി കുട്ടിക്കാളെ ഒട്ടകത്തിൻ്റെ എണ്ണം 100 ഒട്ടകാക്കാൻ പറ്റുമോ നോക്കാൻ പറഞ്ഞു. അന്ന് ഇസ്ലാമിക സമൂഹത്തിൻ്റെ കയ്യിൽ 5 ഒട്ടകമില്ലാത്ത കാലം. അബൂബക്കർ സിദ്ദീഖ് ഉബൈദത്തിനോട് എന്നിട്ട് പറഞ്ഞു, ബിലോസ് ശരി. ബിലോ എന്ന് കേൾക്കുമ്പോൾ തന്നെ അയാൾ സമ്മതിച്ചു. 9 കൊല്ലത്തിനുള്ളിൽ, 9 അല്ല 9000 ആയാലും തകർന്നു പോയ സാധനം ഞാൻ എവിടുന്ന് വരാനാണ്? ബെറ്റ് കെട്ടി. ധൈര്യമുണ്ടോ? സമ്പന്നനായ അദ്ദേഹത്തോട് അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു. അതെ, റെഡി, 100 ഒട്ടകം. നിങ്ങൾക്ക് കാണാൻ കഴിയും. 8.25 കൊല്ലം കഴിഞ്ഞു റോമ കിടന്ന കിടപ്പ. 100 ഒട്ടകം പോണല്ല, ഖുർആൻ പൊളിയാൻ പോകുക. ഭാവി അറിയുന്ന അള്ളാൻ്റെ കിതാബാണ് വിശുദ്ധ ഖുർആനെങ്കിൽ ഇതാ പൊളിയാൻ പോണ്. 8 കൊല്ലം കഴിഞ്ഞു, ഏതാനും മാസം കഴിഞ്ഞു റോമ അതേ കിടന്ന കിടപ്പ്. പക്ഷേ 9-ാം വർഷത്തിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റോമ സാമ്രാജ്യം സടകുടഞ്ഞെഴുന്നേൽക്കുകയും പേർഷ്യയെ പരാജയപ്പെടുത്തുകയും അബൂബക്കർ സിദ്ദീഖ് ഒട്ടകം വാങ്ങി ബൈത്തുൽ മാൽ അടക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ നടത്തിയ പ്രവചനങ്ങളൊക്കെയും പുലർന്നു. കാരണം ഖുർആൻ ആദ്യമേ പറഞ്ഞത് ഭാവി അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ലാ യഅ്ലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അള്ളാഹ്ക്കല്ലാതെ ഗൈബ് അറിയില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ നടത്തിയ പ്രവചനങ്ങളൊക്കെയും പുലരേണ്ട സന്ദർഭത്തിൽ പുലർന്നു. അത് ഫിർഔന്റെ ജഡത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, അൽയൗമ നുനജ്ജീക ബിബദനിക്, ഫിർഔന്റെ ജഡം കണ്ടെത്തി. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ. അഥവാ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഖുർആൻ ഒരു വശ്യശക്തിയുണ്ട്, അത്ഭുതകരമായൊരു വശ്യശക്തി. എൻ്റെ ഈ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കരീം സാഹിബിനെ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ഒരു ഫാത്തിഹ ഒന്ന് ഓതി നോക്കിയേ. ആ ഫാത്തിഹ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കേൾക്കും. എത്ര തവണ കേട്ടതാ, എത്ര തവണ പാരായണം ചെയ്തതാ. നമ്മൾ ജീവിതത്തിൽ ഫാത്തിഹ സൂറത്ത് ഒരുപാട് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് പാരായണം ചെയ്തിട്ടുണ്ടാവും. ദിവസേന 17 നിസ്കാരത്തിൽ തന്നെ പാരായണം ചെയ്യല്ലേ. പക്ഷേ ആ ഖുർആൻ്റെ സൂറത്തുൽ ഫാത്തിഹ കേട്ടാൽ ഏതെങ്കിലും 2 ആയത്ത് കേട്ടാൽ നമ്മളിങ്ങനെ ഇരുന്ന് പോകും. അതാണ് വിശുദ്ധ ഖുർആൻ്റെ ഹൃദയത്തെ സ്വാധീനിക്കാനുള്ള ശക്തി. ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പാട്ട് വെച്ചു. പാട്ടുണ്ടല്ലോ നമ്മളെ ബസ്സിൽ. അപ്പോൾ പുറകിൽ നിന്ന് 2-3 ചെക്കന്മാർ വിളിച്ചിട്ട് നിർത്ത്, പാട്ട് നിർത്ത്. ഞാൻ വിചാരിച്ചു പിള്ളേരെ കാണായ. പക്ഷേ കണ്ടക്ടർ വന്നിട്ട് എന്താണ് പാട്ട് നിർത്ത്, എന്തേ
ആ പാട്ട് മാറ്റി വേറെ പാട്ട് വെക്കുക, കേട്ടിട്ട് മടുത്തുക്കണം. ഇത്രയേ ഉള്ളൂ. എന്തോ രാക്ഷസി ഭ്രാന്തത്തി എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അപ്പോൾ അത് മാറ്റി എന്നിട്ട് വേറെ പാട്ട് വെക്കുക. കാരണം ഇത് ആവർത്തിച്ച് കേൾക്കാൻ പറ്റൂല. പക്ഷേ വിശുദ്ധ ഖുർആൻ നമ്മളെ നമ്മുടെ ഹൃദയത്തെ ഇങ്ങോട്ട് വശീകരിക്കുന്ന, അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു ചരിത്ര മാത്രമേ നമ്മൾ പലപ്പോഴും പറയാറുള്ളൂ. നബിയെ കൊല്ലാൻ ഇറങ്ങി തിരിച്ച ഉമർ റളിയല്ലാഹു താഹാ സൂറത്തിൻ്റെ വചനങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി. അതുമാത്രമല്ല കേട്ടോ, ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ ആദ്യകാലത്തെ ആളുകളൊക്കെയും ഇസ്ലാമിലേക്ക് വന്നത് ഖുർആൻ കേട്ടിട്ടാ. അതുകൊണ്ട് മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു, ലാ തസ്മഉ ലിഹാദൽ ഖുർആന വൽഗൗ ഫീഹി, നിങ്ങൾ ഖുർആൻ കേൾക്കരുത്, അവിടെ ബഹളം ഉണ്ടാക്കണം. ഖുർആൻ കേട്ടാൽ പഴിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നടക്കുന്ന ഖുർആൻ പാരായണം പാട്ട് പതുങ്ങി കേൾക്കാൻ പോയിരുന്നത് സാദാ സീതാ മുശ്രിക്കുകളല്ല, മുശ്രിക്ക് നേതാക്കന്മാരായ അബൂ സുഫിയാൻ, അഖ്നസ്, അബൂജഹൽ പോലുള്ളവരാ റസൂലിൻ്റെ വീട്ടിൽ ഖുർആൻ പാരായണം കേൾക്കാൻ. കാരണം ഒരിക്കൽ റസൂൽ സഹാബത്തും ഇങ്ങനെ നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിനിടയ്ക്ക് സജദത്തു തിലാവ എന്ന് റസൂൽ സുജൂദിലേക്ക് പോയപ്പോൾ കണ്ടു നിന്നിരുന്ന് കാണാൻ വേണ്ടി നിന്നിരുന്ന സ്ത്രീകളും കുട്ടികളും ആളുകളൊക്കെ സുജൂദിൽ പോയി. പിന്നെയാണ് നമ്മളെന്ത് പണിയായി കാണിക്കണമെന്ന് തോന്നിയത്. കാരണം ഈ ഖുർആൻ അവരുടെ ഹൃദയത്തെ സ്വാധീനിച്ചിരുന്നു. അത്രയും വെച്ച് ഏറ്റവും ലേറ്റസ്റ്റ് പാകിസ്ഥാനിലെ കറാച്ചിയിലൂടെ ഒരു ഡിപ്ലോമാറ്റ് യാത്ര ചെയ്യുമ്പോൾ 7 വയസ്സുള്ള കുട്ടിയുടെ ഖുർആൻ പാരായണം കേട്ടിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത്. കാരണം വിശുദ്ധ ഖുർആൻ്റെ ആ ഒരു ഭാഷ്യശക്തി, മാസ്മരിക ശക്തി അത്ഭുതകരമായി നമുക്ക് കാണാൻ സാധിക്കും. അതിനേക്കാളൊക്കെ ഏറ്റവും ഉപരി ഖുർആൻ്റെ അമാനുഷികതയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട, പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ ചെറുപ്പക്കാരൊക്കെ പഠിക്കേണ്ട ഒരു വലിയ വിഷയം ഖുർആൻ നടത്തിയ ശാസ്ത്ര പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതൊരു വലിയ സബ്ജക്റ്റാണ്. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ശാസ്ത്രം 0 ആണ്, 0, ഒന്നുമില്ല. ഇപ്പം തന്നെ ആ സമയത്ത് അതേ സമയം വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനകത്ത് 100 കണക്കിന് സ്ഥലത്ത് ഭൂമിയെക്കുറിച്ച്, സൂര്യനെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, ജീവജാലങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് ആധുനിക ശാസ്ത്രീയ സത്യത്തിന് വിരുദ്ധമായ ഒരു പരാമർശം പോലും ഖുർആനിലില്ല എന്നുള്ളത് അത്ഭുതമാണ്. ഞാൻ നിങ്ങളോട് പറയാണ്, 1000 വിട്ടുകളയാം. വെറും 450 കൊല്ലം മുമ്പ് ഒരു ശാസ്ത്രജ്ഞൻ എഴുതിയ ശാസ്ത്ര പുസ്തകമെടുത്താൽ 80% പൊട്ടത്തരായിരിക്കും. അതിൽ പരന്ന ഭൂമി, ഭൂമിയെ ചുറ്റണ സൂര്യൻ, പിന്നെ മാലപ്പടക്കം പോലെ അബദ്ധമായിരിക്കും. 450 കൊല്ലം മുമ്പ് ശാസ്ത്രജ്ഞൻ എഴുതിയ ശാസ്ത്ര പുസ്തകം. പക്ഷേ 1400 വർഷങ്ങൾക്ക് മുമ്പ് എഴുതാനറിയാത്ത, വായിക്കാനറിയാത്ത, നിരക്ഷരനായ, ഒട്ടകത്തിൻ്റെ മൂക്കേറ് പിടിക്കാൻ മാത്രം പഠിച്ച ജനതയിൽ ജനിച്ച നിരക്ഷരനായ ഒരു പ്രവാചകൻ്റെ വായിലൂടെ അവതീർണമായ ഖുർആൻ 400 ചില്ലാന സ്ഥലത്താണ് ഭൂമിയെക്കുറിച്ച് പറയുന്നത്. ഭൂമിയെക്കുറിച്ച്, സൂര്യനെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, ജീവജാലങ്ങളെക്കുറിച്ച് എല്ലാറ്റിനെക്കുറിച്ചും പരാമർശിച്ചിട്ടും ആധുനിക ശാസ്ത്രീയ സത്യത്തിന്, ലേറ്റസ്റ്റ് സയൻറ്റിഫിക് ട്രൂത്ത്, അതിന് വിരുദ്ധമായൊരു പരാമർശം ഖുർആനിലില്ല എന്നുള്ളത് ഈ ഖുർആൻ അള്ളാന്റെ തന്നെ കിതാബാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, ഏറ്റവും വലിയ ഉദാഹരണം. നമ്മൾ പണ്ടൊക്കെ പറഞ്ഞാലല്ലോ ഇപ്പം ശാസ്ത്രം പറയുന്നത്. എനിക്ക് ചിലപ്പോൾ മുമ്പൊക്കെ ഓർമ്മയുണ്ട്, ഈ ഷുഗർ രോഗികളെ കൊണ്ട് കയ്പക്ക നീര് കുടിപ്പിച്ചിരുന്നു. കാരണം ഷുഗർ മധുരമാണ്, കയ്പക്ക കയ്പാണ്. അപ്പോൾ ഈ കയ്പക്ക നീര് ഇങ്ങനെ കുറേ കുടിച്ചാൽ ഷുഗർ അങ്ങനെ കുറഞ്ഞു പോകുന്നതാണ്. ആ കാഴ്ചപ്പാടൊക്കെ നമ്മളെ ആളുകൾ വെച്ച് പുലർത്തിയിരുന്നൊരു കാലത്ത്. പിന്നെ അതൊക്കെ തിരുത്തിയില്ല. ഇപ്പം എന്തൊക്കെല്ലാം തിരുത്തിക്കൊണ്ടേയിരിക്കല്ലോ, ഓരോന്നും തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാറുകയാണ്. പക്ഷേ ഖുർആനിലൊരു തിരുത്താൻ പറ്റൂലല്ലോ. അതേസമയം എന്ന് മാത്രമല്ല, ശാസ്ത്രം ഇന്നലെയും മിനിയാന്നും എന്ന നിലയ്ക്ക് കണ്ടുപിടിച്ച 100 കണക്കിന് ശാസ്ത്ര കാര്യങ്ങൾ 1400 വർഷം മുമ്പുള്ള ഖുർആനിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് ഖുർആൻ അള്ളാന്റെ കിതാബാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പോൾ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്നു വരുന്ന ഭ്രൂണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആനിൽ പല സ്ഥലത്തുണ്ട്. ഈ ഭ്രൂണശാസ്ത്ര സംബന്ധമായ അറിവ് ആധുനിക ശാസ്ത്രത്തിന് ഈ അടുത്തേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ 1400 വർഷം മുമ്പ് ഭ്രൂണശാസ്ത്ര സംബന്ധമായ ഒരറിവുമില്ലാത്ത കാലത്ത് ഖുർആൻ ഭ്രൂണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞത് 100% അല്ല. മാഷാ അല്ലാഹ്, വലിയ അത്ഭുതമായി നമുക്ക് തോന്നും. കൃത്യമാണ്, അത് വളരെ കൃത്യമായി പറയുന്നു. ജീവൻ്റെ ഉത്ഭവം വെള്ളത്തിൽ നിന്നാണെന്ന് ശാസ്ത്രം ഈ അടുത്ത് കണ്ടുപിടിച്ചു. പക്ഷേ ഖുർആൻ അന്നേ പറഞ്ഞു, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹൈ.
സൂര്യൻ്റെ പ്രകാശം സ്വയം പ്രകാശമാണെന്നും ചന്ദ്രൻ്റെ പ്രകാശം സൂര്യൻ തട്ടി വരുന്ന പ്രതിപ്രകാശമാണെന്നും നൂറ്റാണ്ടുകളായിട്ട് അറിഞ്ഞു. പക്ഷേ 1.5 സഹസ്രാബ്ദം മുമ്പേ ഖുർആൻ പറഞ്ഞു, തബാറക്കല്ലദീ ജഅല ഫിസ് സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ. സ്വയം കത്തുന്ന വിളക്കായ സൂര്യൻ, മറ്റൊന്നിൻ്റെ പ്രകാശം ചൊരിയുന്ന ചന്ദ്രൻ. പരാഗണത്തിന് വേണ്ടി കാറ്റുകൾ അയക്കുന്നു. വർസൽ നദിയ ഹലവാക്യ. ഭൂമിയും സൂര്യനും നക്ഷത്രങ്ങളും പ്രപഞ്ചവും ഒക്കെ ഒറ്റക്കട്ടിയായിരുന്നു. അതിഭയങ്കരമായ സമ്മർദ്ദത്തിന് വിധേയമായി പൊട്ടിത്തെറിച്ചതാണ് ബിഗ് ബാങ് തിയറി, മഹാവിസ്ഫോടന സിദ്ധാന്തം. ഈ ആയത്തൊന്ന് കേട്ടോക്കെ. അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്കൻ ഫഫതഖനാഹുമാ. സത്യനിഷേധികൾ കാണുന്നില്ല, ആകാശഭൂമികൾ ഒറ്റക്കട്ടിയായിരുന്നു, അവയെ നാം വേർപെടുത്തി. ഞാൻ പറയുന്നത് ഇന്നത്തെ ഒരു ക്ലാസ്സിലെല്ലാം പഠിച്ചു തീർക്കാനുള്ള ഒന്നുമല്ല, ഒരുപാട് പഠിക്കാൻ നമുക്ക്. ഈ ഖുർആൻ അത്ഭുതകരമായൊരു ഗ്രന്ഥമാണ്. ഇതിനെ കയ്യിലേന്തണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിനെ നമ്മൾ കയ്യിലേന്തണം. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഈ അത്ഭുതകരമായ മോചിതത്ത് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും വലിയ ജിഹാദ് ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജിഹാദാണ്. ഏറ്റവും വലിയ ജിഹാദ് വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജിഹാദാണ്. ആ ജിഹാദ് നമ്മൾ നിർവഹിക്കണം. ലോകം ഇരുട്ടിൽ തപ്പുകയാണ്, ലോകം അസ്വസ്ഥതയിൽ പേറുകയാണ്, ജീവിതത്തിന് ലക്ഷ്യം കാണാതെ അസമാധാനത്തിലും അസ്വസ്ഥതയിലും ഉഴലുകയാണ്. അവർക്ക് സമാധാനത്തിൻ്റെ ജീവിതത്തിൻ്റെ മഹത്തായ സന്ദേശം നൽകുന്ന വിശുദ്ധ ഖുർആനിനെ നമ്മൾ കയ്യിലേന്തണം, കൊടുക്കണം, സന്ദേശം എത്തിക്കണം. നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഇനി നമുക്ക് എന്തോ നഷ്ടപ്പെട്ടോട്ടെ, നമ്മളെ കയ്യിൽ ഈ സാധനമുള്ളിടത്തോളം കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതല്ലേ ആർത്തിരമ്പി വരുന്ന വമ്പിച്ച സൈന്യത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന പേർഷ്യൻ സൈന്യാധിപൻ റുസ്താം തങ്ങളെ നേരിടാമെന്ന കൊച്ചു മുസ്ലിം സൈന്യത്തെ നോക്കിയിട്ട് ഒരിക്കൽ പറഞ്ഞത്, മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റില്ല. കാരണം മുസ്ലിങ്ങളുടെ പക്കൽ ജീവിക്കുന്ന ഖുർആനുണ്ട്, ജീവിക്കുന്ന ഖുർആൻ. നമ്മളെ കയ്യിലുള്ളത് ജീവനില്ലാത്ത ഖുർആനാണ്. എൻ്റെ സമുദായത്തിന് ദുഷിച്ച കാലഘട്ടം വരും, അന്ന് ഇസ്ലാമിൽ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അന്ന് ഖുർആൻ അതിൻ്റെ അക്ഷരങ്ങളിൽ പരിമിതമായിരിക്കും. റസൂലുള്ളാഹിയുടെ കാലത്തൊന്നും ഇങ്ങനെ മുസാഫില്ല. പക്ഷേ അതിലെ ഓരോ സഹാബിയും ഒരു മുസാഫായിരുന്നു. ഒരു സഹാബിയെ കണ്ടാൽ ഖുർആൻ കണ്ട പോലെ, ഒരാളുടെ ജീവിതം കണ്ടാൽ ഖുർആൻ വായിച്ച പോലെ, അവരിലൊരാളെ തൊട്ടാൽ ഖുർആൻ തൊട്ട പോലെയായിരുന്നു. പക്ഷേ നമ്മളതിന് അക്ഷരങ്ങളിൽ, മുസാഫുകളിൽ ചട്ടകൾക്കുള്ളിലേക്ക് ഒതുക്കിയിരിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ ഖുർആൻ പഠിപ്പിക്കണം. പുതിയ തലമുറയെ ഖുർആൻ, ഞാൻ പറയുന്നു, ഭൗതിക വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചാൽ പോലും മുന്നേറണമെങ്കിൽ ഖുർആൻ ഉണ്ടാവണം. എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ അറിയാം. ഈ ഖുർആൻ ഹിഫ്ളാക്കുകയും ഖുർആൻ പഠിക്കുകയും ചെയ്ത മക്കൾ ഇന്ന് ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് അത്യുന്നതിയിലാണ്. എത്രയോ ഡോക്ടർമാരുണ്ട് അവർ. കാരണം അവർക്ക് ഈ മെമ്മറി പവർ, പുതിയ കാലത്ത് അത് ഭയങ്കര സംഭവമാണ്. മെമ്മറി പവർ പുതിയ കുട്ടികൾക്ക് ഇല്ലല്ലോ. അതേസമയം രണ്ടിൻ്റെ ഗുണഘോഷം പോലും ചില പുതിയ കുട്ടികൾക്ക് അറിയില്ല. അതേസമയം കാരണം ഇതിങ്ങനെ ഡാറ്റകൾ തട്ടിക്കളിക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഖുർആൻ മനഃപ്പാടമാക്കുന്നതോടുകൂടി ഇവരുടെ ബുദ്ധി വികസിക്കുന്നു. പലരെയും ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉന്നത സ്ഥാനങ്ങളിൽ. കാരണം ഈ ഖുർആൻ പഠിക്കുമ്പോൾ കുട്ടികൾ വികസിക്കും. നമ്മുടെ കുട്ടികൾ ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്താണെന്നറിയോ? നമ്മുടെ കുട്ടികളൊന്ന് വിളിച്ചു നോക്കിയാൽ കുൽ ഹു അല്ലാഹു അഹദ് അർത്ഥം അറിയില്ല. പക്ഷേ വേറെ ചില ആയത്തിൻ്റെ അർത്ഥം നമ്മളെ കുട്ടികൾക്ക് അറിയും. വഖ്തുലൂഹും ഹൈസു സഖിബ്തുമൂഹും അർത്ഥം പറഞ്ഞുതരും. അവരെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം. അത് സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ആരിഫ് ഹുസൈൻ പറഞ്ഞതും ജബ്ബാർ മാഷ് പറഞ്ഞതും മറ്റൊരു പറഞ്ഞതും ഇവർ പറഞ്ഞതും ഇങ്ങനെ കണ്ടിട്ട് ഈ ആയത്ത് കാണാപ്പാടത്തിൻ്റെ അപ്പുറം എത്തിയിട്ടുണ്ട്. വഖ്തുലൂഹും ഹൈസു സഖിബ്തുമൂഹും അവരെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. എങ്ങനെയുണ്ട്? അതിൻ്റെ പശ്ചാത്തലം എന്താണ് അതിൻ്റെ കാര്യമെന്ന് നമ്മുടെ കുട്ടികൾ അറിയണ്ടേ? നമ്മുടെ കുട്ടികളെ വളരെ ആസൂത്രിതമായി നിരീശ്വരവാദികളും നിർമ്മതവാദികളും മതനിഷേധികളും ഇസ്ലാം വിരുദ്ധരും അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലികളുമാക്കാവുന്ന വിദ്യാഭ്യാസ പ്രക്രിയ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ പോവുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. വാപ്പാടെ താടി കണ്ടാൽ വെറുപ്പ് തോന്നുന്ന, ഉമ്മാടെ പർദ്ദ കണ്ടാൽ അറപ്പ് തോന്നുന്ന മനോനിലവാരമുള്ള കുട്ടികളെ സൃഷ്ടിക്കാൻ പോവുകയാണ്. ആ കുട്ടികളെ ആസൂത്രിതമായി നമ്മൾ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ, പൊളിഞ്ഞു പോകും. അതേസമയം നിങ്ങൾ തുർക്കിയിലെ മുസ്തഫ കമാൽ പാഷ ഇസ്ലാമിനെ തകർത്തപ്പോൾ, റഷ്യയിലും റഷ്യൻ പ്രവിശ്യകളിലും കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുന്നപ്പോൾ, ഇസ്ലാമിനെ തകർത്തപ്പോൾ അവിടെയൊക്കെ ഇസ്ലാം പുനർജനിച്ചു. കാരണം അവരുടെ വീടുകളിൽ ഖുർആൻ ഉണ്ടായിരുന്നു. നമ്മുടെ വീടുകളിൽ ഖുർആൻ ഓതപ്പെടണം. അൽ ബക്രയും ആൽ ഇംറാനും ഓതുന്ന വീട്ടിലേക്ക് ശൈത്താൻ വരൂല.
സൂറത്തുൽ വാക്യ ഓതുന്ന വീട്ടിലേക്ക് ദാരിദ്ര്യം വരില്ല. അതല്ലേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിനെ പോയി വാർദ്ധക്യത്തിൽ മരണ അല്ലെങ്കിൽ അവസാന രോഗഘട്ടത്തിലേക്ക് എത്തിയൊരു ഘട്ടം. അദ്ദേഹത്തിനാണെങ്കിൽ പറക്കമുറ്റാത്ത പെൺമക്കൾ, കുറേ പെൺമക്കളുണ്ട്. എന്തെങ്കിലും ഒരു സഹായം കൊടുക്കാമെന്ന് വിചാരിച്ച് ഖലീഫ പോയതാ. ആ ഖലീഫ ചോദിക്കുന്നുണ്ട്, താങ്കൾ അലട്ടുന്ന പ്രശ്നം എന്താണ്? അപ്പോൾ എനിക്ക് പെൺകുട്ടികളെ പ്രശ്നമുണ്ട് എന്ന് പറയും വിചാരിച്ചിട്ടാണ്. പക്ഷേ അദ്ദേഹം പറയുന്നു, എന്നെ അലട്ടുന്ന പ്രശ്നം പരലോകത്തെ ഹിസാബാണ്. താങ്കൾ എന്താണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് കുറച്ച് കാശ് വേണമെന്ന് പറയുന്നത് വിചാരിച്ചിട്ട്. അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയും പരലോക വിജയവുമാണ്. എന്ത് ചോദിച്ചാലും അങ്ങോട്ടേ പോകുള്ളൂ. എന്നാൽ കാശണ്ട് കൊടുക്കാൻ പറ്റണില്ല. അവസാനം ഉസ്മാൻ റളിയല്ലാഹുവിന് പറഞ്ഞു, ഞാനൊരു സമ്മാനം ഒരു പാരിതോഷികം കൊണ്ടുവന്നിട്ടുണ്ട്, പെൺകുട്ടികളല്ലേ എന്ന് വായിന്ന് വീണുപോയി. വളരെ ഗൗരവത്തോടു കൂടി അദ്ദേഹം ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന് പ്രതികരിച്ചു, പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ ഖലീഫ? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, സൂറത്തുൽ വാക്യ ഓതുന്ന വീട്ടിൽ ദാരിദ്ര്യം വരൂല. ഞാൻ എൻ്റെ മക്കളെ സൂറത്തുൽ വാക്യ പഠിപ്പിച്ചിട്ടുണ്ട്. സാബിക്കങ്ങളെ കുറിച്ചും അസ്ഹാബുൽ മൈമനെ കുറിച്ചും സ്വപ്നം കാണുന്ന എൻ്റെ മക്കള് ദാരിദ്ര്യത്തിനെ പേടിക്കില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന് മറുപടി കൊടുത്തു. നമ്മളെ മക്കളെ ഖുർആൻ പഠിപ്പിക്കും, അവർ ഖുർആനിൻ്റെ ആളുകളാവട്ടെ, ഖുർആനിനോട് അവർ ചിന്തിക്കട്ടെ. അല്ലെങ്കിൽ അവരെ ത്രാഞ്ചിയെടുക്കാൻ ശൈത്താന്മാരും ലഹരി മാഫിയകളും സംഘപരിവാർ ശക്തികളും നിരീശ്വരവാദികളും നിർമ്മതവാദികളും വട്ടമിട്ട് പറക്കുകയാണ്. നമ്മുടെ പെൺകുട്ടികൾ ഖുർആൻ പഠിക്കട്ടെ. എന്താ കുടുംബജീവിതത്തിൻ്റെ മഹത്വം എന്ന് അവർ പഠിക്കട്ടെ. എങ്ങനെയാണ് കുടുംബജീവിതത്തിൻ്റെ ഇസ്ലാം കുടുംബജീവിതത്തിന് കൊടുക്കുന്ന മഹത്വം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കട്ടെ. ഇതൊന്നുമില്ലാതെ മോള് കല്യാണത്തിന് വഹിക്കണില്ല എന്ന് പറഞ്ഞ് പിന്നെ കരഞ്ഞിട്ടെന്താ കാര്യം? മോള് കല്യാണം കഴിക്കണില്ല, എല്ലാ പെൺകുട്ടികളും കല്യാണം കഴിക്കണില്ല, അവസാനം ചക്കന്മാരോട് നടക്കുന്ന അവസ്ഥയായിപ്പോൾ. എന്തൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഖുർആനിനെ അവഗണിച്ചാൽ നമ്മൾ അള്ളാഹു അവഗണിച്ചു കളയും. നമ്മൾ ഖുർആനിനെ കയ്യിലെന്തിയാൽ അള്ളാഹു നമ്മളെ പരിഗണിക്കും. നിങ്ങൾ ഖുർആൻ പഠിക്കാനും ഖുർആനായിട്ട് ജീവിക്കാനും തുടങ്ങിയ നിങ്ങൾ എന്ത് സ്വപ്നം കണ്ടോ അതൊക്കെ നടപ്പാവും. ഖുർആൻ നമ്മൾ ആഗ്രഹിച്ച പോലെ കൊണ്ടുനടക്കും. ഖുർആൻ വല്ലാത്ത അത് കാരണം അള്ളാഹുവിൻ്റെ കലാമിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയാണ്. നമ്മളെ സ്വപ്നങ്ങൾ നമുക്ക് ആരോഗ്യം തരും, നമുക്ക് ശക്തി നൽകും, നമുക്ക് ഐശ്വര്യം നൽകും. നമ്മളെ സ്വപ്നങ്ങൾ പൂവണിയും, നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കും ഖുർആനുമായി നടക്കുമ്പോൾ. ഞാൻ പലപ്പോഴും ആലോചിക്കലുണ്ട്, ഞാൻ ഈ ടൗൺ കേന്ദ്രീകരിച്ച് ഖുർആൻ ക്ലാസ്സുകൾ നടത്തിയിരുന്നു. വലിയ ആൾക്കൂട്ടുണ്ടായിരുന്നു, 34,000 പേരൊക്കെ ആയപ്പോൾ എനിക്ക് ജോലി ഭാരമായി വന്നു. അവസാനം ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ ജോലി ഒഴിവായി, വളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് ഒഴിവായി. അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കൊറോണ, ജോലിയും പോയി ക്ലാസ്സും പോയി, ജോലിയും പോയി ക്ലാസ്സും പോയി. അങ്ങനെ ഞാൻ വിഷമിച്ചിരുന്ന ആ സന്ദർഭത്തിലാണ് നമ്മൾ ആലോചിച്ചപ്പോഴാണ് ആയാത്ത് ദർസെ ഖുർആൻ എന്നുള്ള ആശയം തലയിൽ വരുന്നത്. അതുവരെ 4,000 ആളായതോ പിന്നെ 60,000 പേരായി അത് മാറി, 60,000 പേരായി മാറി. ജീവിതത്തിൽ അള്ളാഹു തരാവുന്ന ഏറ്റവും വലിയ സമ്മാനമായി അത് മാറി. ഇന്ന് കേരളത്തിൻ്റെ ലോകത്തിൻ്റെ എവിടെ ചെന്നാലും ആയാത്തിൻ്റെ ആസ്ട്രേലിയയിൽ വരെ ഖുർആൻ പഠിതാക്കളുടെ സംഗമമുണ്ട്, അതിൻ്റെ ടീമുണ്ട്. അതിൽ IAS-കാരുണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, തൊഴിലാളികളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, രാജ്യത്തിൻ്റെ പൊളിറ്റീഷ്യൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. IAS-കാരൊക്കെ നോട്ടുകൾ വരെ എഴുതിയെടുക്കുന്നവരാണ്. തിരക്കുള്ള ഡോക്ടർമാർ, ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ പാടുപെടുന്ന ഡോക്ടർമാർ, അവർ പോലും കൃത്യമായി ഖുർആൻ പഠിക്കുന്നവരാകുന്നു. ഞാൻ പറഞ്ഞ ആഗ്രഹിച്ചാൽ പഠിച്ചുകൊണ്ട് തരും നമ്മളെ ജീവിതത്തിൽ. കാരണം ഈ ഖുർആൻ, നമ്മൾ ഖുർആനിൻ്റെ ആളാകുമ്പോൾ അള്ളാഹു നമ്മൾ നമ്മൾ ഖുർആൻ കൊണ്ട് ലോകത്തിൻ്റെ അജീജ ശക്തിയായി അള്ളാഹു അക്ബർ എന്ന കുടിക്കുറക്ക് കീഴിൽ നമ്മൾ ലോകത്ത് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യണം. തീർച്ചയായിട്ടും വമ്പിച്ച മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയും, നമ്മുടെ കുടുംബത്തിലുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് ഖുർആനിനെ സ്നേഹിക്കുകയും ഖുർആനിനെ പ്രബോധനം ചെയ്യുകയും ഖുർആനിൻ്റെ സന്ദേശം ജനമനസ്സുകളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഖുർആനിനെ ശരിക്കും ഉൾക്കൊള്ളുകയും ചെയ്യുന്നൊരു മനസ്സ്, ആ ഇസ്ലാമിനെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണം. അഭിമാനത്തോടു കൂടി ലോകത്തിന് മുമ്പിൽ നമുക്ക് ഖുർആനെ വെക്കാൻ കഴിയും. അതിലൊരു തെറ്റുമില്ല, ഒരു വക്രതയില്ല, ഒരായത്ത് പോലും കാലഹരണപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഒരായത്ത് പോലും ആധുനിക മനുഷ്യൻ്റെ പ്രശ്നത്തിന് പരിഹാരമല്ലാത്തതായിട്ടില്ല. ഒരു വള്ളിപ്പുള്ളി അതിൽ നിന്ന് മാറ്റേണ്ടതായിട്ടില്ല. അതിലൊരു തെറ്റുമില്ല, ഒരു കുറ്റവുമില്ല. കാരണം അത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവായ അല്ലാഹുവിൻ്റെ കിതാബാണ്. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് എല്ലാ അർത്ഥത്തിലും വിശുദ്ധ ഖുർആനിനെ ഹൃദയത്തിൽ കയ്യിലേന്താൻ നമ്മൾ തയ്യാറാവണം. ഈ റമദാൻ നമ്മളിങ്ങനെ ഓതി തീർത്ത റമദാനാക്കി തീർക്കാതെ
ഈ റമദാനിലൂടെ ഖുർആനിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു സ്റ്റെപ്പ്. വലക്കത് യസ്സർനൽ ഖുർആനിൽ ദിക്ർ, വളരെ എളുപ്പമാണ് ഖുർആൻ. ഏതാൾക്കും മനസ്സിലാവും, ഏത് സാധാരണക്കാരനും മനസ്സിലാവും. പക്ഷേ നമ്മൾ ഖുർആനെ സ്നേഹിച്ചാൽ മതി, ഖുർആൻ നമ്മളെ സ്നേഹിക്കും. ഖുർആൻ വസ്യാമു വൽ ഖുർആൻ യശ്ഫാനി ലിൽ അബ്ദ്, നോമ്പ് ഖുർആനും അതിൻ്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശ നടത്തും. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ പലരും മരിച്ചു പോയിട്ടുണ്ടാവും. എൻ്റെ ഉപ്പ മരിച്ചുപോയി. നിങ്ങളുടെയൊക്കെ പലരുടെയും മാതാപിതാക്കൾ ഖബറിലായിരിക്കും. ആ മാതാപിതാക്കളുടെ അടുക്കിലേക്ക് മലക്കുകൾ ചെല്ലുകയാണ്. മലക്ക് ചെന്ന് അവരെ വസ്ത്രമണിയിക്കുന്നു, കിരീടം ചൂടിക്കുന്നു, അവരെ അംഗവസ്ത്രമണിയിക്കുന്നു. മാതാപിതാക്കളെ അങ്ങനെ ബഹുമാനിക്കുന്നു മലക്കുകൾ. അപ്പോൾ മലക്കുകളോട് വാപ്പിയമ്മി ചോദിക്കും അത്രേ, എന്താ ഞങ്ങളെ പ്രത്യേകം ഒന്ന് ആദരിക്കാൻ? അപ്പോൾ മലക്കുകൾ പറയും, ഒന്നുമില്ല, നിൻ്റെ മക്കൾ ദുനിയാവിലിരുന്ന് ഖുർആൻ പഠിച്ചതിൻ്റെ ആദരവാണ്. നിൻ്റെ മക്കൾ ഖുർആൻ പഠിച്ചതിൻ്റെ ആദരവാണ്. ആ വാപ്പാക്കും, ഖബറിൽ കഴിയുന്ന വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരവ് അതാണ്. നാളെ നമ്മളാണ് ഖബറിൽ. നമ്മുടെ മക്കൾ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെയായി മാറിയാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ഖബറിലേക്കും വെളിച്ചമെത്തും. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ കയ്യിൽ തിരുത്തപ്പെടാത്തൊരു ഖുർആൻ, അള്ളാൻ്റെ ഖുർആനുള്ളിടത്തോളം കാലം ലോകത്തെ അതിജീവിക്കാനുള്ള അതിശക്തമായ അള്ളാഹുവിൻ്റെ കിതാബുള്ളിടത്തോളം കാലം ഇസ്ലാമിക സമൂഹത്തിന് ഇസ്സത്തോടു കൂടി മുന്നേറാൻ കഴിയും. ആ ഇസ്സത്താണ് ഈ റമദാനും, ആ ഇസ്സത്തിൻ്റെ പ്രതിനിധാനമാണ് ഇത് നിർവഹിക്കുന്നത് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാഹ് ഞങ്ങൾക്കിനി പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ.